So what I want to do in these two morning Bible studies is to do a quick look through Paul's letter to the Romans. ഇന്നും നാളെയും രാവിലെ നമുക്ക് ലഭിക്കുന്ന ഈ 1 മണിക്കൂർ ദൈവവചന പഠനത്തിന്റെ സമയത്തും കൊണ്ട് വളരെ ചുരുങ്ങിയ സമയമാണെങ്കിലും പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ വേഗത്തില് നമുക്കൊന്ന് കണ്ണോടിക്കുവാൻ ശ്രമിക്കാം. There are 16 chapters here. 16 അധ്യായങ്ങളാണ് റോമാലേഖനത്തിനുള്ളത്. And it begins with an expression in Romans chapter 1. റോമാലേഖനം 1-ാം അധ്യായത്തില് 5-ാമത്തെ വാക്യത്തില് ഇങ്ങനെ ഒരു He was made an apostle to bring all the nations to the obedience of faith. പൗലോസ് തന്റെ ജീവിത ദൗത്യത്തെക്കുറിച്ച് പറയുകയാണ്. മലയാളത്തിലെ 6-ാം വാക്യത്തിലാണ്, ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും. That is the phrase that begins Romans, obedience of faith. റോമാലേഖനത്തിന്റെ തുടക്കത്തിൽ തന്നെ നാം കാണുന്നതായ വളരെ ശക്തമായിരിക്കുന്ന ഒരു ദൈവിക ആലോചനയാണ് വിശ്വാസത്തിന്റെ അനുസരണം. In all nations. സകല ജാതികളുടെയും ഇടയില് ദൈവവിശ്വാസത്തിന് അനുസരണം ഉണ്ടാകണം. The end of Romans chapter 16 verse 26. റോമാലേഖനം അവസാനിക്കുമ്പോൾ അതിന്റെ 16-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. The same thing. ഇതേ കാര്യം made known, the gospel is made known to all nations to bring about the obedience of faith. അവിടെയും അത് തന്നെയാണ് നാം കാണുന്നത്. മലയാളത്തിലെ 24-ാം വാക്യത്തിലാണ്, നിത്യ ദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി എന്ന് നാം കാണുന്നു. Now, there are two differences there from the old covenant. പഴയ ഉടമ്പടിയിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും 2 വ്യത്യാസങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. The old covenant was only for the Jews, not for all nations. പഴയ നിയമം ദൈവം നൽകിയത് യഹൂദന്മാർക്ക് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി മാത്രമായിരുന്നു, സകല ജാതികൾക്കും വേണ്ടി ആയിരുന്നില്ല. And there the emphasis was on obedience, not obedience of faith. ആ കാലഘട്ടത്തിലെ ദൈവം നൽകിയ ഊന്നൽ അനുസരണം, കേവലം അനുസരണത്തിലായിരുന്നു. ഇവിടെ ഒരു വ്യത്യാസം നാം കാണുന്നു, വിശ്വാസത്തിന്റെ അനുസരണം. And the difference is this. ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. That in the obedience of faith we have an understanding as to why God is asking us to obey. വിശ്വാസത്തിന്റെ അനുസരണത്തിൽ അനുസരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമത്തിലെ വിശ്വാസികൾക്കില്ലാതിരുന്ന ഒരു സവിശേഷത കൂടെയുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം എന്തുകൊണ്ടാണ് എന്നോട് അനുസരിക്കാൻ പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ. Whereas in the Old Testament there was no explanation. എന്നാൽ പഴയ നിയമകാലത്ത് ഒരു വിശദീകരണവുമില്ലായിരുന്നു. എന്തുകൊണ്ട് അനുസരിക്കണം എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ലായിരുന്നു. അനുസരിക്കുവാൻ മാത്രം ദൈവം ആവശ്യപ്പെടുകയായിരുന്നു. In Galatians, Paul says that the Old Testament people were like children, whereas we are like grown-up sons. ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, പഴയ നിയമകാലത്തെ നമ്മുടെ പിതാക്കന്മാര് കുഞ്ഞുങ്ങളെ പോലെയായിരുന്നു, എന്നാൽ ഇന്ന് നാം പ്രായപൂർത്തി എത്തിയ മക്കളാണ്, പുത്രിപുത്രന്മാരാണ്. When we tell 2 or 3-year-old children to do something, we don't explain to them. 2-3 വയസ്സ് പ്രായമുള്ള നമ്മുടെ കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും ചെയ്യുവാൻ നാം ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ട് അത് ചെയ്യണം എന്ന് നാം വിശദീകരണം നൽകാറില്ല. They'll ask you, why you want me to do it? ആ പ്രായത്തിൽ തന്നെ അവർ ചോദിച്ചു തുടങ്ങും, ഡാഡി എന്തിനാ ഞാനിത് ചെയ്യേണ്ടത്, എന്തുകൊണ്ടായി? And if you start explaining to them, you'll never get them to obey. ഈ 3 വയസ്സുകാരനോട് നിങ്ങൾ വിശദീകരണം പറയുവാൻ തുടങ്ങിയാൽ നിങ്ങൾ ഒരിക്കലും പറഞ്ഞു തീരുകയില്ല. But when they are 25 years old, it's good for them to know why you teach them to do certain things. എന്നാൽ 25 വയസ്സ് പ്രായമായ നിങ്ങളുടെ ഒരു മകനോ മകളോ എന്തുകൊണ്ട് അനുസരിക്കണം എന്നുള്ളത് അവർ ചോദിച്ചാൽ അതിന് മറുപടി കൊടുക്കുവാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. Even a teenage young man or woman often doesn't understand why the father places certain restrictions on them. പലപ്പോഴും കൗമാരപ്രായത്തിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും അവരുടെ സ്വാതന്ത്ര്യത്തിന് മാതാപിതാക്കന്മാർ എന്തുകൊണ്ട് പരിധി കൽപ്പിക്കുന്നു എന്നുള്ളത് വേണ്ടവണ്ണം ഗ്രഹിപ്പാൻ കഴിയാത്തവരാണ്. And the same way, many believers have questions. Why does God ask me to do this? അതുപോലെ തന്നെ ആത്മീകമായ നിലയിൽ ശൈശവാവസ്ഥയിൽ ഇരിക്കുന്ന പല വിശ്വാസികൾക്കും ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം എന്നോട് ഈ കാര്യങ്ങളൊക്കെ അനുസരിക്കാൻ ആവശ്യപ്പെടുന്നത്?
You can only understand as you grow up. If you're a baby, you'll never understand. നിങ്ങൾ ആത്മീകമായി വളർച്ച പ്രാപിക്കുന്ന വ്യക്തികളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ദൈവത്തിൽ നിന്ന് ഉത്തരം കിട്ടുകയുള്ളൂ. It's like in a school. If you're always in the kindergarten, you'll never understand physics and geometry and things like that. സ്കൂളില് വർഷങ്ങളോളം കിൻഡർഗാർഡനില് ബാലവാടിയിൽ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കണക്കിന്റെ ഉന്നത പാഠങ്ങൾ ഒരിക്കലും അവർക്ക് മനസ്സിലാകുകയില്ല. See, the things we don't understand, sometimes we think they're stupid. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങള് അസംബന്ധമാണ് എന്നുള്ള ചിന്തയാണ് പലർക്കും. Why does God ask me to die to myself, take up the cross every day? എന്റെ സ്വയത്തിന് മരിച്ച് നാൾതോറും ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കാൻ എന്തിനാണ് ദൈവം എന്നോട് പറയുന്നത്? അവർ ചോദിക്കും. People say, won't people take advantage of me? അവർ ചിന്തിക്കുന്നത്, ഞാൻ അങ്ങനെ എന്റെ സ്വയത്തിന് മരിക്കുന്ന മാർഗത്തിലാണെങ്കിൽ മറ്റുള്ളവരെന്നെ മുതലെടുക്കുകയില്ലേ? If I die to myself in my home, maybe you'll say my wife will take advantage of me or my husband will take advantage of me. എന്റെ കുടുംബജീവിതത്തില് ഞാൻ എന്റെ സ്വാർത്ഥതയ്ക്ക് എന്റെ സ്വയജീവന് മരിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്റെ ഭാര്യ അല്ലെങ്കിൽ എന്റെ ഭർത്താവ് അത് എനിക്കെതിരെ മുതലെടുപ്പിന് ഉപയോഗിക്കുകയില്ലേ? See, these are all the questions of little babies. ശിശുക്കളുടെ ആത്മീക ശിശുക്കളുടെ മനസ്സിലുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. And when you have such questions, you prove that you're a baby. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിരന്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉയരുമ്പോൾ അത് തെളിയിക്കുന്നത് ഒരു കാര്യമാണ്, നിങ്ങൾ ആത്മീക ശിശുക്കളാണ്. And that's because you have not made progress in the Christian life. ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള വളർച്ച നിങ്ങൾക്ക് ഉണ്ടാകാത്തതുകൊണ്ടാണ് അത്തരം ചോദ്യങ്ങൾ നിങ്ങളെ വിട്ടുമാറാത്തത്. So, in Romans, there's an explanation of the gospel. റോമാലേഖനത്തില് ദൈവത്തിന്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ഇവിടെ ലഭിക്കുന്നുണ്ട്. Jesus spoke about new wine must be put in new wineskins. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലാണ് പകരേണ്ടത്. The new wine is the life of Jesus. പുതിയ വീഞ്ഞെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഉദ്ദേശിച്ചത് യേശുവിന്റെ പുനരുത്ഥാന ജീവനാണ്. And the new wineskin is the church as the body of Christ. പുതിയ തുരുത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കർത്താവിന്റെ ജീവനാൽ നിറയപ്പെട്ടിരിക്കുന്ന കർത്താവിന്റെ ശരീരമായ പുതിയ നിയമസഭയാണ്. So both are important. ഇത് രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. Some emphasize one, some emphasize the other. ചിലർ ഇതിൽ ഒന്നിന് മാത്രം ഊന്നൽ കൊടുക്കുന്നു, മറ്റു ചിലർ രണ്ടാമത്തെ കാര്യത്തിന് ശ്രദ്ധ പതിപ്പിക്കുന്നു. പക്ഷെ രണ്ടും ദൈവത്തിന്റെ മുൻപാകെ ഒരുപോലെ വിലപ്പെട്ടതാണ്. And some emphasize neither, but live in the old covenant. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ കർത്താവ് പറഞ്ഞ രണ്ട് കാര്യങ്ങളും, പുതിയ തുരുത്തിയോ പുതിയ വീഞ്ഞോ അവർക്ക് പ്രശ്നമല്ല. അവർ പഴയ നിയമത്തിന്റെ കീഴിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ്. In Romans, there's an explanation of the new life and the new wineskin. റോമാലേഖനത്തിൽ പുതിയ വീഞ്ഞിനെ കുറിച്ചും പുതിയ തുരുത്തിയെക്കുറിച്ചുമുള്ള ഒരു വിശദീകരണം ദൈവം നമുക്ക് നൽകുന്നു. Or we can look at it another way. മറ്റൊരു വിധത്തിലും നമുക്ക് ഈ കാര്യങ്ങളെ കാണുവാൻ കഴിയും. In the New Testament, we read of the word mystery. പുതിയ നിയമത്തില് മർമ്മം എന്നുള്ള ദൈവിക രഹസ്യം എന്നുള്ള ഒരു കാര്യം നാം ശ്രദ്ധിക്കുന്നുണ്ട്. Jesus spoke about the mysteries of the kingdom. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെക്കുറിച്ച് യേശു സംസാരിച്ചു. And if you are in the habit of reading the Bible through quickly, of course, you don't stop at these words and try to think what it means. വളരെ വേഗത്തില് ഓടിച്ചു വായിച്ചു പോകുന്ന സ്വഭാവക്കാരാണ് നിങ്ങളെന്ന് വരികില് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ എന്നൊക്കെയുള്ള പദം വരുമ്പോൾ നിങ്ങൾ അവിടെ നിൽക്കുകയില്ല, നിങ്ങൾ വായിച്ചു പോകും. Let me tell you something, that you'll get more by reading the Bible once slowly in 20 years than reading it 20 times quickly in 20 years. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. 20 വർഷം കൊണ്ട് ഒരു പ്രാവശ്യമേ വായിക്കാൻ പറ്റുള്ളെങ്കിൽ സാവധാനതയിൽ ദൈവവചനം വായിക്കുന്നതാണ് 20 വർഷത്തിനുള്ളിൽ 20 പ്രാവശ്യം ബൈബിൾ ആദ്യോടന്തം വായിക്കുന്നതിനേക്കാളും നിങ്ങൾക്കും എനിക്കും പ്രയോജനം ചെയ്യുന്നത്. Especially the New Testament. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം ഓടിച്ചു വായിച്ചു പോകരുത്, നമുക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുകയില്ല. What do you think the word mystery means? മർമ്മം, രഹസ്യം എന്ന് ഒരു പദം കാണുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? It's a secret. അതൊരു രഹസ്യമാണ്, ദൈവത്തിന്റെ രഹസ്യമാണ്. Psalm 25 says the secret of the Lord is with those who fear him. 25-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവയുടെ രഹസ്യം, സഖിത്വം എന്നാണ് പഴയ മലയാള പരിഭാഷയിൽ. യഹോവയുടെ രഹസ്യം അവന്റെ ഭക്തന്മാരോട് അവൻ പങ്കിടുന്നതാണ്. So, if you don't fear God by hating sin,
God's never going to whisper His secrets in your ears. പാപത്തെ വെറുക്കുമാർ ഒരു ദൈവഭയം നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നില്ലെന്ന് വരികില് ദൈവം അവിടുത്തെ രഹസ്യങ്ങൾ മർമ്മങ്ങൾ ഒരിക്കലും നിങ്ങളുമായി പങ്കിടുകയില്ല. There are things in the Bible which are on the surface and there are things that are hidden very deep. ദൈവവചനമായിരിക്കുന്ന ബൈബിളിൽ ഉപരിതലത്തിൽ നമുക്ക് വേഗത്തിൽ കണ്ടെത്താൻ കഴിയാവുന്ന സത്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രം ഗ്രഹിക്കാൻ കഴിയുന്ന ദൈവിക രഹസ്യങ്ങളുമുണ്ട്. It's like the earth. There are things on the surface and things very deep. നാം ജീവിക്കുന്ന ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നമുക്ക് പല കാര്യങ്ങളും നല്ല വിലപ്പെട്ട കാര്യങ്ങളും കിട്ടും. പക്ഷേ ആഴത്തിൽ ചെല്ലുമ്പോഴേ വിലയേറിയ കാര്യങ്ങൾ ലഭിക്കും. See, on the surface you get rice and wheat and apples and oranges and bananas. They're all on the surface of the earth. ഈ ഭൂമിയുടെ ഉപരിതലത്തിലും മണ്ണിൽ വളരുന്നതാണ് നാം ഭക്ഷിക്കുന്ന ധാന്യങ്ങള്, അതുപോലെ തന്നെ ഫലങ്ങള്. ഇതെല്ലാം നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ ലഭ്യമാണ്. They're all good. അതെല്ലാം നല്ലതാണ്, പ്രയോജനകരമാണ്. But if you want diamonds and gold and all, you got to go really deep. എന്നാല് സ്വർണവും വജ്രക്കല്ലുകളും ഒക്കെ ലഭിക്കണമെന്ന് വരിൽ ഉപരിതലത്തിൽ തിരഞ്ഞാൽ ലഭിക്കുകയില്ല, താഴത്തിലേക്ക് പോകണം. Some of them you got to dig 3-4 kilometers into the ground. ചില വിലയേറിയ അമൂല്യ വസ്തുക്കൾ ലഭിക്കണമെന്ന് വരികിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 3-4 കിലോമീറ്റർ താഴേക്ക് കുഴിക്കേണ്ട അവസ്ഥയുണ്ട്. So that takes a lot of trouble. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അത് എളുപ്പം ലഭിക്കുന്നതല്ല. And the Bible also is like that. ദൈവവചനം അതുപോലെയുള്ള കാര്യമാണ്, ഉപരിതലത്തിൽ കിട്ടുന്നതുകൊണ്ടല്ലാത്ത. If you are too lazy to dig into scripture, you'll miss the secrets. ദൈവവചനത്തിൽ ആഴക്കുഴിച്ച് താഴേക്കിറങ്ങുവാൻ നിങ്ങൾക്ക് മനസ്സില്ലെന്ന് വരികില്, നിങ്ങൾ അലസരാണെന്ന് വരികിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ വിലപ്പെട്ട മുത്തുകൾ ലഭിക്കുകയില്ല. Here, first of all, I want to point out something. This gospel is called in verse 1 the gospel of God. ഒന്നാമതായിട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യം, റോമാലേഖനത്തിന്റെ തുടക്കത്തിൽ തന്നെ നാം കാണുന്നുണ്ട്, ഇത് ദൈവത്തിന്റെ സുവിശേഷം എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. It was not there in the Old Testament. It was only prophesied in the Old Testament. പഴയ നിയമ കാലഘട്ടത്തില് ഈ സുവിശേഷം അറിയായി വന്നിരുന്നില്ല, ലഭ്യമായിരുന്നില്ല. അതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ. Here is a very important verse. വളരെ പ്രധാനപ്പെട്ട ഒരു വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. Verse 3. The gospel does not concern us, as most believers think. It concerns His Son, Jesus Christ. മിക്ക വിശ്വാസികളും ധരിച്ചിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ ഈ സുവിശേഷം പ്രാഥമികമായി നമ്മെ സംബന്ധിക്കുന്ന കാര്യമല്ല, മറിച്ച് ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് സുവിശേഷം. So, if you got the understanding wrong right at the beginning, that the gospel concerns me and the forgiveness of my sins and going to heaven, you got it all wrong. അതുകൊണ്ട് തന്നെ സുവിശേഷത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള വികലമായ തെറ്റായ ധാരണ തുടക്കത്തിലെ മായ്ച്ചു കളയണം. സുവിശേഷം പ്രാഥമികമായും എനിക്ക് വേണ്ടി, എന്റെ പാപക്ഷമ, എന്റെ നിത്യജീവൻ, എന്റെ സൗഭാഗ്യം, ഇതിനുവേണ്ടി എന്നുള്ള ധാരണ മാറ്റണം. It concerns Jesus Christ. അത് ദൈവപുത്രനായിരിക്കുന്ന യേശുവിനെ കുറിച്ചുള്ളതാണ് ഈ സുവിശേഷം. Like Abraham sent his servant to Mesopotamia to get a bride for Isaac, God sent the Holy Spirit to earth to get a bride for Jesus Christ. അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്ക് പ്രായപൂർത്തിയായപ്പോൾ അവനൊരു വധുവിനെ കണ്ടെത്തുവാനായിട്ട് തന്റെ വിശ്വസ്തദാസനെ മെസൊപ്പൊത്താമിയയിലേക്ക് അയച്ചതുപോലെ ദൈവം തന്റെ ഏകജാതന് ഒരു തക്ക വധുവിനെ കണ്ടെത്തുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ചത്. അതിന്റെ ലക്ഷ്യം തന്റെ പുത്രനാണ് എന്ന് നാം ഓർക്കണം. So there in the Old Testament, the important, it was not what Rebecca was going to get, but what Isaac was going to get. ആ പ്രത്യേക സംഭവത്തിൽ നിന്ന് തന്നെ നാം മനസ്സിലാക്കുന്നുണ്ട്, റിബേക്കയ്ക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളതിനേക്കാൾ അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന് ഒരു തക്ക തുണവധു, അതായിരുന്നു അബ്രഹാമിന്റെ ഹൃദയത്തിൽ. Abraham didn't send his servant to go and just give a lot of gifts to Rebecca. അബ്രഹാമിന്റെ ദാസൻ പോയ സമയത്ത് ഒരുപാട് സമ്മാനങ്ങളും ആഭരണങ്ങളുമായിട്ടൊക്കെയാ പോയത്. റിബേക്കയെ കണ്ട് ഇതെല്ലാം കൊടുത്തേച്ചിങ്ങ് തിരിച്ചു വരാനാണോ അവൻ പോയത്? That is the understanding some people have of the gospel. ചില വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സുവിശേഷമെന്ന് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്നത് ഈ ദൈവം കൊടുത്തയക്കുന്ന സമ്മാനങ്ങളെ കുറിച്ച്. God's come to give me healing, He's come to give me prosperity, He's come to give me maybe forgiveness, maybe victory over sin also. കർത്താവ് വന്നത് എനിക്ക് രോഗസൗഖ്യം തരുവാൻ, എനിക്ക് ഒരുപാട് ഭൗതിക നന്മകൾ തരുവാൻ, അതിനൊക്കെയാണ് എന്നാ ധരിച്ചിരിക്കുന്നത്. The gospel does not concern you, it concerns Jesus Christ. അങ്ങനെയുള്ള ചിന്ത ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഇന്ന് തിരിച്ചറിയണം, സുവിശേഷം, യേശുക്രിസ്തുവിന്റെ സുവിശേഷം തന്റെ പുത്രനായ യേശുവിനെ കുറിച്ചുള്ളതാണ്, നമ്മെ കുറിച്ചുള്ളതല്ല, നമുക്ക് വേണ്ടി എന്നുള്ള നിലയിൽ നാം ചിന്തിക്കരുത്. The gifts of gold and other things that Rebecca got were just encouragement to, but the greatest thing was that she was called to be the bride of Isaac. ഈ ദാസന്
ഇസ്ഹാക്കിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതായ പെൺകുട്ടിക്ക് നൽകിയതായിരിക്കുന്ന സമ്മാനങ്ങള്, സ്വർണ്ണാഭരണങ്ങള്, ഇതൊക്കെ അവൾക്ക് സന്തോഷത്തിനും ഉത്സാഹത്തിനുമായി നൽകപ്പെട്ടതെങ്കിലും ആത്യന്തികമായിരിക്കുന്ന പരമമായ ലക്ഷ്യം അവളെ ഇസ്ഹാക്കിന് തക്ക തുണയായി വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു. Imagine if she got taken up with all those gifts and said, "This is wonderful, thank you so much," and just stayed on in Mesopotamia. അബ്രഹാമിന്റെ ദാസനോട് റിബേക്ക പറയുകയാണെന്നിരിക്കട്ടെ, നീ കൊണ്ടുവന്ന സമ്മാനങ്ങളൊക്കെ വളരെ മനോഹരമായിരിക്കുന്നു, വളരെ നന്ദിയുണ്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പന്റെ വീട്ടിൽ തന്നെ അവൾ തുടർന്നിരുന്നെങ്കിൽ. That's how many believers are. പല വിശ്വാസികളും ദൈവം നൽകുന്ന ദാനങ്ങളില് ആകെപ്പാടെ സന്തോഷിച്ച് ഈ ഭൂമിയിൽ തന്നെ സ്ഥിരം താമസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നവരാ. There is a hymn in English which goes like this. ഇംഗ്ലീഷില് വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഗാനമുണ്ട്. അതിന്റെ ആശയം ഇങ്ങനെയാണ്: That when I get up to glory and see my Savior at the wedding of the Lamb, കുഞ്ഞാട്ടിന്റെ കല്യാണ ദിവസത്തിൽ മഹത്വത്തിൽ ഞാൻ ചെന്ന് അവന്റെ അടുക്കൽ നിൽക്കുമ്പോൾ, the bride will not look at her garment but at her bridegroom's face. അവിടെ സർവാഭരണ വിഭൂഷയായി നിൽക്കുന്ന കുഞ്ഞാട്ടിന്റെ കാന്ത അവളുടെ വെട്ടിത്തിളങ്ങുന്ന വിവാഹ വസ്ത്രത്തെ ആയിരിക്കില്ല നോക്കുന്നത്, അവൾ സ്നേഹിക്കുന്ന അവളുടെ പ്രാണപ്രിയന്റെ മുഖത്തേക്കായിരിക്കും അവളുടെ കണ്ണുകൾ. Even in an earthly wedding, I mean, if a bride is just admiring her sari instead of her bridegroom, something is wrong right from the day one of the marriage. ലോകത്തിൽ നമ്മുടെ ഇടയിൽ നടക്കുന്ന വിവാഹങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർത്തുകൊള്ളുക. വളരെ മനോഹരമായിട്ട് വസ്ത്രധാരണം ചെയ്ത് വന്നിരിക്കുന്ന വധു കല്യാണ സമയത്തും അത് കഴിഞ്ഞുമെല്ലാം തന്റെ വസ്ത്രം, തന്റെ ആഭരണം, ഇതൊക്കെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്നാം ദിവസം തന്നെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങും. That's the reason why so many Christians have problems in their life. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ക്രിസ്തീയ വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വിട്ടുമാറാത്തത്. They are taken up with the blessing Jesus can give them, not with the beauty of Jesus himself. യേശുവിലൂടെ അവർക്ക് ലഭിക്കുന്നതായിരിക്കുന്ന ഭൗതികവും ആത്മീകവുമായ അനുഗ്രഹങ്ങളിലാണ് അവരുടെ മനസ്സ് വെച്ചിരിക്കുന്നത്. അവരുടെ ആത്മമണവാളന്റെ മുഖ സൗന്ദര്യമല്ല അവരുടെ മനസ്സിനെ പിടിച്ചിരിക്കുന്നത്. First thing you need to know is the gospel does not concern you. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട, ഉറക്കേണ്ട കാര്യം യേശുക്രിസ്തുവിന്റെ സുവിശേഷം യേശുവിനു വേണ്ടിയുള്ളതാണ്. അവനാണ് അതിന്റെ കേന്ദ്രബിന്ദു. You read through the Romans 20 times, but you didn't notice this. ഒരുപക്ഷെ 20 പ്രാവശ്യം റോമാലേഖനം ഇതിനോടകം വായിച്ച വ്യക്തിയായിരിക്കാം നിങ്ങൾ. എന്നാൽ ഈ കാര്യം നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. You don't read slowly. അങ്ങനെ നിങ്ങൾ ഇതുവരെ ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിന്റെ കാരണം സഹോദര, സാവധാനതയിൽ ദൈവത്തിന്റെ മുൻപാകെ അത് വായിക്കാൻ നീ തയ്യാറായില്ലെന്നുള്ളതാണ്. Next thing I want to say is, രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, this son was born a seed of David according to the flesh. 5ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ടത് ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് അവൻ ജനിച്ചവനാണ്. God did not create the body of Jesus from nothing inside Mary's womb. He could have done it, but he didn't do it. സർവശക്തനായിരിക്കുന്ന സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന് മേരിയുടെ ഉദരത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് യേശു കുഞ്ഞിന് ജന്മം കൊടുക്കാമായിരുന്നു, ആ ശരീരത്തിന്. പക്ഷെ അങ്ങനെയല്ല ദൈവം സൃഷ്ടിച്ചത്. Because then that body would have had no connection with the race of Adam. അങ്ങനെ ഒരു ശരീരം ജഡമായിരുന്നു യേശുവിന് ലഭിച്ചിരുന്നതെങ്കിൽ ആദാമ്യ വർഗവുമായിട്ട് ആ വ്യക്തിക്ക് ഒരു ബന്ധവും ഉണ്ടാകില്ലായിരുന്നു. I don't know whether you know that nowadays there are married couples where the woman doesn't want to have the burden of carrying a baby, but they want their own baby. ഇന്ന് വിവിധ രാജ്യങ്ങൾ പ്രചരിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു പ്രത്യേക ജന്മം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വിധമുണ്ട്. ചില സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളെ ഗർഭധാരണം നടത്തി കഷ്ടപ്പെട്ട് പ്രസവിച്ച് വളർത്താനൊന്നും ആഗ്രഹമില്ല, പക്ഷെ അവർക്ക് അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളെ വേണം. So the husband and wife's egg and sperm are united and they rent somebody else's womb to have their child. നിങ്ങൾ പലരും വായിച്ച് കേട്ടൊക്കെ അറിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും. ഗർഭപാത്രം വാടകയ്ക്കെടുക്കുന്ന ഒരു ആധുനിക വൈദ്യശാസ്ത്ര മുറ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെയും ഭാര്യയുടെയും കുഞ്ഞ് തന്നെയാണ്, പക്ഷേ ഈ കുഞ്ഞിനെ ഗർഭത്തിൽ ചുമന്ന് പ്രസവിക്കുന്നത് മറ്റൊരു സ്ത്രീയാണ് വാടകയ്ക്ക്. So God could have created a body inside Mary's womb which is not really any connection with her at all. മറിയയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആ നിലയില് ദൈവത്തിന്റെ തന്നെ ഒരു പരിപൂർണമായ പുതിയ സൃഷ്ടി മറിയയുടെ ഉദരത്തിൽ ദൈവത്തിന് നടത്താമായിരുന്നു. God didn't rent Mary's womb to produce the body of Jesus Christ. ഞാൻ വളരെ ബഹുമാനത്തോടെ തന്നെ പറയട്ടെ, ദൈവം ആ നിലയില് മറിയയുടെ
ഗർഭപാത്രം വാടകയ്ക്കെടുക്കുകയല്ല ചെയ്തത്. Mary was the seed, the physical seed of David. ദാവീദിന്റെ വംശാവലിയിൽ ദാവീദിന്റെ സന്തതി എന്ന് വിളിക്കാവുന്ന വ്യക്തിയായിരുന്നു ഈ കന്യകയായ മറിയ. She was born through David's son Nathan. It's mentioned in Luke chapter 3. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ വംശാവലി നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ അറിയാം, ദാവീദിന്റെ മകനായ നാഥാന്റെ മകന്റെ മകൻ ആ നിലയിൽ തന്നെയാണ് മറിയയുടെ വംശാവലി. Joseph was born through David's son Solomon, as you read in Matthew 1. മറിയയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മരപ്പണിക്കാരനായ ജോസഫും ദാവീദിന്റെ മറ്റൊരു മകനിലൂടെ ജനിച്ചു വന്ന വ്യക്തിയാണ്. So Mary contributed something, an egg from her body, for the body of Jesus Christ. അങ്ങനെയെങ്കിൽ ദാവീദിന്റെ സന്തതിയായിട്ട് യേശു ജനിക്കണമെന്ന് വരികില് ദാവീദിന്റെ വംശാവലിയിൽ തന്നെ പെട്ട മറിയ അവളുടെ ഉള്ളിൽ നിന്ന് ഒരു ഭ്രൂണം യേശു എന്ന് പറയുന്ന പൈതലിന്റെ ജനനത്തിനായിട്ട് സംഭാവന ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. But there was no sin there, because the Holy Spirit did the job of the Father and made that into a embryo and a baby. എന്നാൽ പാപസ്വഭാവം ആ നവജാത ശിശുവിൽ അശേഷം കടന്നു വരാതെ വണ്ണം പരിശുദ്ധാത്മാവിനാൽ ഒരു ദൈവപ്രവൃത്തിയാലാണ് മറിയയുടെ ഉദരത്തിലെ ആ അണ്ഡം അത് ഒരു ശിശുവായി തീരത്തക്ക നിലയിൽ ഒരു പ്രവൃത്തി നടന്നത്. Now, you may think this is a very unimportant technical matter. നിങ്ങൾ ചിലതെങ്കിലും തല പുകഞ്ഞ് ചൊറിയുന്നുണ്ടായിരിക്കും. ഇതൊക്കെ വെറും സാങ്കേതിക കാര്യങ്ങളല്ലേ, നമ്മൾ എന്തിനാ ഇതിനെ പ്രതി തല പുണ്ണാക്കുന്നത്, അല്ലേ? Why do you think the devil has opposed my teaching this for the last 34 years from Pentecostal brethren people in this land? യേശുവിന്റെ കന്യകാജനനത്തെക്കുറിച്ച് ഈ വിധത്തിൽ ഞാൻ പഠിപ്പിക്കുന്നതിന് നമ്മുടെ ഈ രാജ്യത്തെ വിശേഷ കേരളത്തിലുള്ള പെന്തക്കോസ്ത് ബ്രദറൻ സമൂഹങ്ങളിലുള്ള നേതാക്കന്മാരെ നഖശികാന്തം എതിർത്തതിന്റെ കാരണം എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? Jesus came in the flesh is a tremendously opposed doctrine. ദാവീദിന്റെ സന്തതിയായി നമ്മുടെ ജഡത്തിൽ വന്ന യേശു എന്ന് പറയുന്ന സുവിശേഷത്തിന്റെ അടിസ്ഥാന സത്യം പിശാച് ഏറ്റവും അധികം എതിർക്കുന്ന ഒന്നാണ്. In 2 John it says, യോഹന്നാന്റെ 2-ാമത്തെ ലേഖനത്തില് നാം ഇങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ട്. The second epistle of John, verse 7. യോഹന്നാന്റെ 2-ാം ലേഖനത്തിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, There are many deceivers gone into the world, and they are the ones who will not acknowledge that Jesus Christ came in the flesh. അനേക വഞ്ചകന്മാർ ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അത് ഏതു തരക്കാരാണ്? യേശുവിനെ ജഡത്തിൽ വന്നെന്ന് സ്വീകരിക്കാത്തവരാണ്. They may acknowledge Jesus came in a body. ഒരു ശരീരമെടുത്ത് ലോകത്തിൽ യേശു വന്നു എന്നവര് അംഗീകരിച്ച് വിശ്വസിക്കുന്നുണ്ടാവും, but not in the flesh. എന്നാൽ ശരീരമുണ്ടാകുക, ഒരു ജഡം എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾ അറിയണം. ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞ നിലയിലുള്ള കാര്യമേ സാധ്യമാണ്. Right at the beginning of Romans it says, റോമാലേഖനത്തിന്റെ തുടക്കത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് ആ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന എന്തിനാണ്? This gospel which everybody wants to preach actually concerns Jesus come in the flesh. എല്ലാവരും പ്രസംഗിക്കുവാനായിട്ട് വളരെ ഉത്സാഹം കാണിക്കുന്ന ഈ ദൈവത്തിന്റെ സുവിശേഷം ആരെക്കുറിച്ചാണ്? ജഡത്തിൽ വന്ന യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം. And if you have some doubt about what flesh it is says very clearly it is of the seed of David in Romans 1:3. യേശു ഏത് ജഡത്തിലാണ് വന്നത് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും സംശയം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്ന് വരികില് ഇവിടെ റോമാലേഖനത്തിന്റെ തുടക്കത്തിൽ അത് വ്യക്തമാക്കുന്നു. ദാവീദിന്റെ സന്തതിയായിട്ടാണ്, ആ ജഡത്തിലാണ് അവൻ വന്നത്. At the same time, verse 4, he was the son of God. എന്നാൽ 4-ാം വാക്യം നമ്മോട് പറയുന്നത് പോലെ അവൻ ദൈവപുത്രൻ തന്നെയായിരുന്നു. He was the eternal second person of the Trinity that came in that flesh. ലോകത്തിൽ ഒരു മനുഷ്യജഡത്തിൽ അവൻ നടന്നപ്പോഴും തൃത്വത്തിൽ നിത്യനായി വസിക്കുന്ന ദൈവത്തിന്റെ രണ്ടാമത്തെ ആളത്വമായിരിക്കുന്ന പുത്രൻ തമ്പുരാൻ തന്നെയായിരുന്നു. And the proof of that is that he was resurrected, verse 4, from the dead. അവന് ദൈവത്തിന്റെ പുത്രനാണ് എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടത് അവന്റെ പുനരുത്ഥാനത്താലാണ്, ഉയർത്തെഴുന്നേൽപ്പിനാലാണ്. There were 3 people who died on Calvary. How do you know which is the Son of God? കാൽവരിയിലെ ക്രൂശില് ആ മലമുകളിലെ 3 പേര് ക്രൂശിന്മേൽ അന്ന് കൊല്ലപ്പെട്ടു. എന്നാൽ ഇതിൽ ആരാണ് ദൈവപുത്രൻ, സാക്ഷാൽ ദൈവമെന്ന് എങ്ങനെയാണ് നാം തിരിച്ചറിയുന്നത്? How do you know which of the 3 died for your sins? 3 പേരിൽ ആരാണ് എന്റെ നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചതെന്ന് നാം എങ്ങനെ അറിയും? There's only one proof.
ഒരൊറ്റ തെളിവേ ഉള്ളൂ. Not the crucifixion, all three were crucified. ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതല്ല അതിന്റെ അനിഷേധ്യമായ തെളിവ്. If you are taken up with only the crucifixion of Jesus Christ, your understanding of the gospel will be very limited and shallow. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്ന് പറയുന്ന വിഷയം മാത്രമേ നിങ്ങളുടെ മനസ്സിനെ പിടിച്ചിട്ടുള്ളെന്ന് വരികില് സുവിശേഷത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പരിജ്ഞാനം വളരെ ആഴം കുറഞ്ഞതാണ് എന്ന് ഞാൻ പറയും. The apostles always said, we are witnesses of his resurrection, not of his crucifixion. അപ്പോസ്തലന്മാരുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവർ തുടർമാനമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ അവന്റെ ക്രൂശീകരണത്തിന്റെ സാക്ഷികളായിരുന്നു എന്നല്ല, മറിച്ച് ഞങ്ങൾ യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷികളാണ്. Today most Christians, when they preach the gospel, they only preach Jesus died for your sins. ഇന്ന് മിക്ക സുവിശേഷ പ്രസംഗകരും വിശ്വാസികളും സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവർ പറയുന്നത് ഈ കാര്യം മാത്രമാണ്, ദൈവപുത്രനായ യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. But the gospel concerns his resurrection. എന്നാൽ സുവിശേഷം എന്ന് പറയുന്നത് മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ളതാണ്. This is different from just being raised from the dead. മരിച്ചവരുടെ നിന്നും എഴുന്നേൽക്കുക എന്ന് പറയുന്ന കേവലം ഒരു അത്ഭുതത്തിനപ്പുറമുള്ള ഒരു കാര്യമാണ്. Lazarus was raised from the dead. What is the difference between his raising from the dead and Jesus' resurrection? നമുക്കറിയാം യേശുവിന്റെ കാലത്ത് തന്നെ ലാസർ മരിച്ചതിന് ശേഷം 4-ാം ദിവസം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ വന്നു. അതും യേശുവിന്റെ ഉയർപ്പും തമ്മിൽ എന്താണ് വ്യത്യാസം? And both were in the grave for 3 days. 3 ദിവസമോ അതിലധികമോ രണ്ടുപേരും ശവക്കുഴിയിലായിരുന്നു. So what is the difference? എന്നാൽ ലാസറും യേശുവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? Lazarus never conquered death. He died again. ലാസർ ഉയർത്തെഴുന്നേറ്റു, സത്യമാണെങ്കിലും അവൻ മരണത്തെ ജയിച്ചില്ല, അവൻ വീണ്ടും മരിച്ചു എന്നുള്ളതാണ് അതിന്റെ. Jesus conquered death. എന്നാൽ യേശു, praise God, hallelujah. So death is an enemy, and that's why we don't welcome it. മരണം നമ്മുടെ ഒടുവിലത്തെ ശത്രുവാണ്. ഒടുവരെ അവൻ ശത്രുവായിരിക്കും. അതുകൊണ്ടാണ് മരണത്തെ നാം നമ്മുടെ സ്നേഹൻ എന്ന് വിളിക്കാറ്. Jesus said, I have the keys of death. മരണത്തിന്റെ താക്കോൽ എന്റെ കയ്യിൽ ഉണ്ടെന്ന് പത്മോസിൽ വെച്ച് യോഹന്നാനോട് യേശു If I പറഞ്ഞു. live in the will of God, I cannot die until Jesus opens that door. ഞാൻ ദൈവഹിതത്തിൽ ജീവിക്കുന്നവനാണെങ്കിൽ കർത്താവായ യേശു തന്റെ കയ്യിലുള്ള താക്കോൽ കൊണ്ട് മരണത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നതുവരെ എനിക്ക് മരിക്കുക അസാധ്യം. If you're living for yourself or living to make money, you may die before that time. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, പണസമ്പാദനത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു പക്ഷേ കർത്താവിന്റെ സമയത്തിന് മുൻപേ നിങ്ങൾ മരണത്തിലേക്ക് പോയെന്ന് വരാം. I personally am 100% convinced I cannot die till Jesus opens the door. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉറപ്പായി പറയാം, കർത്താവായ യേശു മരണത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നത് വരെ എനിക്ക് മരിക്കുക അസാധ്യമാണ്. I do not live in fear of cancer or heart attack or accidents or anything, because the Lord is the only one who can open the door for me. അർബുദം ബാധിക്കുന്നതിനെ കുറിച്ചോ ഹൃദ്രോഗബാധയെക്കുറിച്ചോ അപകട മരണത്തെക്കുറിച്ചോ ഉള്ള ഭയത്തിലല്ല ഞാൻ ഒരു ദിവസവും ജീവിക്കുന്നത്. All fear is because we haven't understood the resurrection of Jesus Christ. നമ്മുടെ മനസ്സിനെ പിടിക്കുന്ന എല്ലാത്തരം ഭയങ്ങളുടെയും കാരണം എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്താണെന്ന് നാം അറിഞ്ഞിട്ടില്ല. Or because you're not living to do the will of God on earth. ആ അറിവുണ്ടെങ്കിൽ തന്നെ ഒരു പക്ഷെങ്കിൽ നിങ്ങൾ മുഴുവനും കർത്താവിന് വേണ്ടി ജീവിക്കാതെ നിങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഭയം പിന്നെയും നിങ്ങളെ പിടിച്ചെന്ന് വരാം. So this is very important for us to understand. ഈ കാര്യം വ്യക്തമായി നാം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. And it is obedience to this faith, verse 5, that the gospel is proclaimed for. നാം റോമാലേഖനത്തിന്റെ തുടക്കത്തിൽ അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. ഈ വിശ്വാസത്തിന് ഒരു അനുസരണം നമ്മളിൽ ഉണ്ടാകണം. അതിനാണ് സുവിശേഷം ദൈവം നമ്മെ കേൾപ്പിക്കുന്നത്. There are two other phrases I want to mention in verse 4. 4-ാമത്തെ വാക്യത്തില് 2 പ്രത്യേക പദപ്രയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ The ആഗ്രഹിക്കുന്നു. gospel is to lead us to the spirit of holiness. മലയാളത്തില് 5-ാമത്തെ വാക്യത്തിലാണ് അത് കാണുന്നത്. വിശുദ്ധിയുടെ ആത്മാവിലേക്ക് നമ്മെ നയിക്കുവാനാണ് സുവിശേഷം If the നൽകപ്പെട്ടത്. gospel does not lead you to holiness, you haven't understood it at all. സുവിശേഷം നിങ്ങളെ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നടത്തേണ്ടതിനാണ് എന്ന് നിങ്ങൾ ഇതുവരെ ഗ്രഹിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സുവിശേഷം മനസ്സിലാക്കിയിട്ടില്ല. If you think the gospel is just to heal your sick body and take care of your earthly needs,
the devil has deceived you 100%. നിങ്ങളുടെ ശരീരത്തിന്റെ രോഗം മാറ്റുവാനോ ഭൗതികമായ ചില നന്മകൾ നൽകുവാനോ ആണ് സുവിശേഷം നൽകപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നെന്ന് വരികിൽ 100% നിങ്ങൾ സുവിശേഷം തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. I haven't even got into Romans. I'm just telling you the first 5 verses and see what a lot there is in those 5 verses. റോമാലേഖനം 16 അധ്യായങ്ങളുള്ള പുസ്തകമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലേക്ക് എങ്ങും ഞാൻ കടന്നിട്ടില്ല. തുടക്കത്തിലെ 5 വാക്യങ്ങളിൽ നിന്ന് തന്നെ എത്രയോ അമൂല്യമായ വിലപ്പെട്ട സത്യങ്ങളാണ് ദൈവം നമ്മോട് പറയുന്നത്. How is it believers haven't seen this? വർഷങ്ങളായി ഇത് വായിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന വിശ്വാസികൾ എന്തുകൊണ്ടാണ് ഈ സത്യങ്ങൾ കാണാത്തത്? 2 or 3 reasons. 2-3 കാരണങ്ങൾ ഉണ്ടാകാം. One, as I said, they read the Bible too quickly. ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മിക്കവരും ഉപരിപ്ലവമായി വേഗത്തിൽ ഓടിച്ചു ദൈവവചനം വായിക്കുന്നവരാണ്. Secondly, most believers just blindly receive what previous Bible teachers have taught. രണ്ടാമത്തെ ഒരു കാരണം ഞാൻ ചിന്തിക്കുന്നത് അതിന് മുൻപുള്ളതായിരിക്കുന്ന ദൈവവചന ഉപദേഷ്ടാക്കന്മാർ പഠിപ്പിച്ച കാര്യങ്ങള് യാതൊരു ചോദ്യങ്ങളുമില്ലാതെ അതുപോലെ അന്ധമായി വിഴുങ്ങുന്നവരാണ്. You know what the Berean Christians did in Acts 17? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൽ നാം ബെരോവയിലുള്ള ക്രിസ്ത്യാനികളെ കുറിച്ച് വായിക്കുന്നുണ്ട്. അവരെന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? After they heard the Apostle Paul preaching, അപ്പോസ്തലനായ പൗലോസ് അവരുടെ ഇടയിൽ വന്ന് ദൈവവചനം പ്രസംഗിക്കുന്നതിനെ കേട്ടതിന് they ശേഷം, said, "Praise the Lord, brother Paul, good to hear what you say." അവർ പറഞ്ഞു കാണും, ദൈവത്തിന്റെ മനുഷ്യനായ പൗലോസെ, സഹോദര, നിന്റെ പ്രസംഗം കേട്ടത് വളരെ ഉത്സാഹമായി, നന്നായിരുന്നു. But we're not going to believe it till we check up in the scriptures. I'll come back next week and tell you. അതുകൊണ്ട് നീ പറഞ്ഞു എന്നുള്ള കാര്യം കൊണ്ട് ഞങ്ങളത് കണ്ണടച്ച് വിശ്വസിക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ കയ്യിലും പഴയ നിയമ തിരുവെഴുത്തുകളുണ്ട്. അതനുസരിച്ചാണോ നീ പ്രസംഗിച്ചതെന്നുള്ളത് ശോധന ചെയ്തിട്ട് അടുത്ത ആഴ്ച വരുമ്പോൾ ഞങ്ങൾ പറയാം. Imagine telling the Apostle Paul, "I'm not going to believe what you say till I check the Word of God." കർത്താവിന്റെ വലിയ അപ്പോസ്തലനായിരുന്ന പൗലോസിനോട് വിശ്വാസത്തിൽ ശിശുക്കളായ ബെരോവയിലെ ക്രിസ്ത്യാനികൾ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾ വിശ്വസിക്കുകയില്ല. How many of you would dare to say that to a man of God? ദൈവത്തിന്റെ ഒരു മനുഷ്യനോട് ഈ നിലയിൽ പറയുവാൻ നിങ്ങളിൽ എത്ര പേർക്ക് ധൈര്യമുണ്ടാകും? Such people will never go astray. അങ്ങനെയുള്ളവരെ ഞാൻ അഭിനന്ദിക്കുന്നു. അവർ ഒരിക്കലും ആത്മീക പാതയിൽ തെറ്റിപ്പോവുകയില്ല. That's why Paul never had to write a letter to the church of the Bereans. ഞാൻ കരുതുന്നത് ദൈവവചനത്തില് ബെരോവക്കാർക്കുള്ള ഒരു സുവിശേഷം അല്ലെങ്കിൽ ഒരു ലേഖനം നമുക്ക് കിട്ടാഞ്ഞതിന്റെ കാരണം അവരുടെ ഈ നല്ല സ്വഭാവങ്ങൾ. Because they never went astray. Any preacher came, they would check it with scripture. കാരണം അവരെ തിരുത്തേണ്ടതിനായിട്ട് ഒരു കത്തെഴുതേണ്ടിയ ഒരു പഠനം നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഏത് വ്യക്തി വന്ന് പ്രസംഗിച്ചാലും ദൈവവചനവുമായി അവർ ഒത്തുനോക്കുമായിരുന്നു. In this generation, a lot of Christians in Kerala get their message of God's word from the television and not from the Bible. വളരെ നിർഭാഗ്യകരമായ കാര്യമാണ്. വിശേഷാൽ കേരളത്തിലെ നിരവധി ക്രിസ്തീയ വിശ്വാസികൾക്ക് ദൈവത്തിന്റെ ആലോചന, ദൈവവചനം അവർക്ക് ലഭിക്കുന്നത് ടെലിവിഷനിലൂടെ, ക്രിസ്തീയ ടെലിവിഷൻ ചാനലിലൂടെയുള്ള പ്രസംഗകരുടെ പ്രസംഗത്തിൽ നിന്ന് മാത്രമാണ്. If you spend 1 hour watching Christian television and 5 minutes reading the Bible, you think you're going to escape deception? Never. ക്രിസ്തീയ ടെലിവിഷൻ പ്രസംഗകരെ കേൾക്കുവാൻ 1 മണിക്കൂർ ഒരു ദിവസം വേർതിരിക്കുകയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം വായിക്കുവാൻ കേവലം 5 മിനിറ്റ് മാത്രമേ നിങ്ങൾ എടുക്കുന്നുള്ളെന്ന് വരികിൽ നിങ്ങൾ തെറ്റിപ്പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. You deserve to be deceived. നിങ്ങൾ വഞ്ചിക്കപ്പെടുവാൻ എല്ലാ വിധത്തിലും യോഗ്യരാണ്. We must know the scriptures. ദൈവത്തിന്റെ തിരുവെഴുത്തുകള് നാം നന്നായി മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. The other thing mentioned in verse 4 is about Jesus Christ as our Lord, not just our Savior. ഈ ആരംഭ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റേ ഒരു പ്രധാനപ്പെട്ട സത്യം, യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകൻ മാത്രമായി നാം അറിഞ്ഞാൽ പോരാ, നമ്മുടെ കർത്താവായിട്ടും അവനെ നാം അറിയണം. If you know him only as Savior, you haven't understood the gospel. യേശുവിനെ രക്ഷകനായി മാത്രമേ നാം അറിഞ്ഞിട്ടുള്ളെങ്കിൽ നാം സുവിശേഷം പൂർണ്ണമായി മനസ്സിലാക്കി. Such a wonderful gospel. Paul says in verse 16, I'm not ashamed of it. ഇത്ര അതിശയകരമായിരിക്കുന്ന, അത്ഭുതകരമായിരിക്കുന്ന ഈ സുവിശേഷത്തെക്കുറിച്ചാണ് 16-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത്. ഈ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് അശേഷം He doesn't call it the message of God. He calls it in verse 16 the power of God. 16-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ സദ്വർത്തമാനം, സന്ദേശം എന്നല്ല പൗലോസ് പറയുന്നത്, മറിച്ച് അത് എന്താണെന്നാ, അത് ദൈവശക്തിയാണ്, രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണ്. Many Christians have got the gospel as a message but not as a power. പല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം
സുവിശേഷം അവർക്ക് ലഭിച്ചിരിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള സന്ദേശം മാത്രമായിട്ടാണ്. എന്നാൽ പൗലോസ് പറയുന്ന പോലെ അത് രക്ഷയ്ക്കുള്ള ദൈവത്തിന്റെ ശക്തിയായിട്ട് അവർക്ക് ലഭിച്ചിട്ടില്ല. When we experience the power, it says in verse 16, it brings salvation. 16-ാം വാക്യം പറയുന്ന പോലെ സുവിശേഷത്തിന്റെ ശക്തി നാം അറിയുമ്പോൾ മാത്രമേ രക്ഷ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയൂ. Forgiveness of sin is different from salvation. പാപക്ഷമ എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള രക്ഷയിൽ നിന്നും വ്യത്യസ്തമാണ്. I told you, it says in verse 2 that this was not there in the Old Testament. രണ്ടാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമ കാലഘട്ടത്തിൽ ഈ തരത്തിലുള്ള ഒരു സുവിശേഷം ലഭ്യമല്ലായിരുന്നു. But they had forgiveness. In Psalm 103, it says there they had forgiveness in the Old Testament. എന്നാൽ പഴയ നിയമകാലത്ത് 103-ാം സങ്കീർത്തനത്തിന്റെ തുടക്കത്തിൽ നാം കാണുന്നത് പോലെ പാപങ്ങളെ ക്ഷമിക്കുന്ന, അകൃത്യങ്ങളെ ഓർക്കാത്ത ഒരു ദൈവത്തെ ഇസ്രായേലിന് അറിയാമായിരുന്നു. But they didn't have salvation. എന്നാൽ അവർ ദൈവത്തിന്റെ രക്ഷ എന്നുള്ളത് അവർ അറിഞ്ഞിരുന്നില്ല. Yes, they were saved from the Egyptians. അവര് മിസ്രയീമ്യരിൽ നിന്നും അവർ രക്ഷപ്പെട്ടവരാണ്. And the Canaanites. കനാന്യ മല്ലന്മാരിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. Many times from the Amalekites and Midianites and many others. അമാലേക്യരും മിദ്യാന്യരും അതുപോലുള്ള നിരവധി ശത്രു സൈന്യങ്ങളിൽ നിന്നും ദൈവത്തിന്റെ കരം കൊണ്ട് വലിയ രക്ഷ അനുഭവിച്ചവരാണ്. And they even experienced salvation from hunger and thirst and sickness in the wilderness. മരുഭൂമിയിലെ യാത്രയില് വിശപ്പിൽ നിന്നും ദാഹത്തിൽ നിന്നും ശാരീരിക രോഗങ്ങളിൽ നിന്നും ദൈവത്തിന്റെ വിടുതൽ രക്ഷ അനുഭവിച്ച ജനമാണ്. All that is salvation, but one salvation they could not experience was salvation from sin. അതെല്ലാം വിവിധ തരത്തിലുള്ള രക്ഷയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ പഴയ നിയമകാലത്തെ ഇസ്രായേലിന്, ദൈവത്തിന്റെ ജനത്തിന് പാപത്തിൽ നിന്നുള്ള രക്ഷ അവർക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. Joseph saved people from famine. പഴയ നിയമത്തിലെ ഉൽപ്പത്തിയിൽ നാം കാണുന്ന യോസേഫ് ജനത്തെ വലിയ ക്ഷാമത്തിൽ നിന്ന് രക്ഷിച്ച രക്ഷകനായിരുന്നു. You can be saved from hell. നിങ്ങൾക്ക് ശരീരത്തിന്റെ ആരോഗ്യ വിഷയത്തിൽ രക്ഷയുണ്ടാകും. നരകത്തിൽ നിന്നുള്ള രക്ഷ നിങ്ങൾക്ക് സാധ്യമാണ്. You can be saved from sickness. നിങ്ങൾക്ക് ശരീരത്തിന്റെ രോഗത്തിൽ നിന്നുള്ള വിടുതൽ രക്ഷ സാധ്യമാണ്. Saved from poverty. ദാരിദ്ര്യത്തിൽ നിന്നുള്ള രക്ഷ നിങ്ങൾക്ക് ലഭിക്കും. Saved from many earthly enemies. ലോകപ്രകാരമുള്ള പല ശത്രുക്കളിൽ നിന്നുള്ളതായ രക്ഷയും നിങ്ങൾക്കുണ്ടാകാം. Until you're saved from sin, you're still in the old covenant. എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം പാപമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നുള്ള രക്ഷയില്ലെങ്കിൽ ഇപ്പോഴും നാം പഴയ നിയമത്തിന്റെ കാലഘട്ടത്തിലാണ്. The first promise in the New Testament is Matthew 1:21. His name shall be called Jesus because he will save his people from their sins. പുതിയ നിയമത്തില് ഒന്നാമതായി നാം കാണുന്ന ദൈവത്തിന്റെ അതിമഹത്തായ വാഗ്ദത്തം മത്തായി 1:21 കാണുന്നത്. അവനെ നീ യേശു എന്ന് പേർ വിളിക്കണം, കാരണം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്. What did Jesus mean when he said, ask anything in my name? കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, എന്റെ നാമത്തിൽ ചോദിച്ചുകൊള്ളുക. അതിന്റെ അർത്ഥം എന്താണ്? I think many believers use the name of Jesus like the sons of Sceva the priest. ഞാൻ കരുതുന്നത് ധാരാളം വിശ്വാസികളും യേശുവിന്റെ നാമം ഉപയോഗിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്ന മഹാപുരോഹിതനായ സ്കേവായുടെ മക്കള് ഉപയോഗിച്ചതുപോലെയാണ്. യേശുവിന്റെ നാമം അവർ They use the name of Jesus, but nothing happened. അവർ യേശുവിന്റെ നാമം ഉച്ചരിച്ച് ഉപയോഗിച്ചവരല്ലേ. യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാണ് അവര്. You may have used the name of Jesus many times, nothing happened. നിങ്ങളും അതുപോലെ തന്നെ യേശുവിന്റെ നാമം നിരവധി തവണ നിങ്ങൾ ഉപയോഗിച്ച് കാണും, പക്ഷെ ഒന്നും നടന്നില്ല. But there's mighty power in that name. ആ നാമത്തിൽ അത്ഭുതകരമായിരിക്കുന്ന ദൈവശക്തി ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം. As far as demons are concerned, ഭൂതങ്ങളെ അശുദ്ധാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം till today I have never seen a demon that stays in a man when he's asked to go in the name of Jesus. യേശുക്രിസ്തുവിന്റെ നാമത്തില് പുറത്തു പോകുവാൻ പറയുമ്പോൾ ഇന്ന് വരെ ഒരു ഭൂതം പോലും ഒരു മനുഷ്യനിൽ പിന്നെ നിന്നിട്ടില്ല എന്നുള്ളതാണ് എന്റെ അനുഭവം. Because I see Jesus as meaning one who has come to save me from my sins. എന്റെ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുവാനായി ദൈവം അയച്ച ദൈവപുത്രൻ, അതാണ് യേശു എന്നുള്ള പേരിന്റെ അർത്ഥം. So when I pray, I'm saying, Father, I am asking this in the name of one who has come to save me from my sins. ഞാൻ യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ എന്ന് പറഞ്ഞ് എന്ത് പ്രാർത്ഥിക്കുമ്പോഴും ചോദിക്കുമ്പോഴും ഞാൻ പറയുന്നത് എന്താ? എന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായി അവിടുന്ന് അയച്ചവന്റെ നാമത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. I'm casting out this demon in the name of one who came to save this man from his sins.
ഭൂതഗ്രസ്തനായിരിക്കുന്ന ഈ മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്നും വിടുവിക്കുവാനായി വന്നവന്റെ നാമത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. But many of us, we pray the name of Jesus is just a name. നമ്മള് മിക്കവരെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ വെറും കേവലം ഒരു പേര് മാത്രമാണ്. We sing so many things. Jesus, 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 sweetest name I know. We don't know the power of that name. നാം അനേക തവണ ആവർത്തിച്ചുരുവിടുന്ന ഈ നാമം യേശു 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 ഉപയോഗം കൊണ്ട് വളരെ പരിചയമായി തീർന്ന പദം. പക്ഷെ അതിന്റെ ശക്തി എന്താണെന്ന് നാം അറിയുന്നില്ല. There is a mighty power in that name and a mighty power in the gospel. യേശുവിന്റെ നാമത്തില് അത്ഭുതകരമായ ശക്തിയുണ്ട്, സുവിശേഷത്തിന് അതിശയകരമായിരിക്കുന്ന ശക്തിയുണ്ട്. But I never knew that till I was baptized in the Holy Spirit. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനം എനിക്ക് ലഭിക്കുന്നത് വരെ യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഞാൻ അറിഞ്ഞിരുന്നില്ല. I want to say to all of you, don't be satisfied with a third-rate, counterfeit baptism in the Holy Spirit. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ ഉത്സാഹിപ്പിക്കട്ടെ, നമ്മുടെ ചുറ്റും കാണുന്നതായിരിക്കുന്ന മൂന്നാം കടയിലുള്ളതായിരിക്കുന്ന ശക്തിഹീനമായിരിക്കുന്ന ഒരുതരം പരിശുദ്ധാത്മ സ്നാനം കൊണ്ട് നിങ്ങൾ ആരും വഞ്ചിക്കപ്പെട്ടു പോകരുത്. You know, Jesus said, you shall receive power, and if you didn't get that power, something is wrong. യേശു പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കുമ്പോൾ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങൾക്കുണ്ടാകും. അത് നിങ്ങൾ എന്റെ സാക്ഷികളാകാനുള്ള ശക്തിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. I'm sure all of you have seen these adapters that we plug into 220 volts, and out of it you get only 3 volts. നിങ്ങൾ കണ്ടു കാണുന്ന നാം ഉപയോഗിക്കുന്ന നമ്മുടെ സെൽഫോണ് അതുപോലുള്ള പല ഇലക്ട്രിക് ഉപകരണങ്ങൾക്കും വേണ്ടി അഡാപ്റ്റർ 220 വോൾട്ട് ഉള്ളതായിരിക്കുന്ന പവർ പോയിന്റിലോട്ട് നമ്മളത് കുത്തി അതിന്റെ ഔട്ട്പുട്ട് വെളിയിൽ എടുക്കുമ്പോൾ 3 വോൾട്ട് അങ്ങനെയൊക്കെയുള്ള ശക്തി കുറഞ്ഞ ഇലക്ട്രിസിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. Today's gospel preaching is like that. ഇന്നത്തെ സുവിശേഷം ഏതാണ്ട് ആ നിലയിൽ തരം താണ് ശക്തിഹീനമായി പോയില്ലേ എന്ന് ഞാൻ ചിന്തിക്കുന്നു. Some type of adapter has been put in between that people are getting only 3 volts. ദൈവത്തിന്റെ യഥാർത്ഥ ശക്തി സ്രോതസ്സിൽ നിന്നും ഇവർക്ക് കിട്ടുന്നെന്ന് പറയുന്നത് ഏതാണ്ട് 3 വോൾട്ടാണ്. ഇടയ്ക്ക് എന്തോ ഒരു മറിമായം, ഒരു അഡാപ്റ്റർ പ്രവർത്തിക്കുന്നതായി തോന്നിപ്പോവുകയാണ്. You try and run a refrigerator with 3 volts or a washing machine with 3 volts. നിങ്ങളുടെ വീട്ടിലുള്ളതായിരിക്കുന്ന ഫ്രിഡ്ജോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനോ 3 വോൾട്ട് കറണ്ടും കൊണ്ട് ഒന്ന് പ്രവർത്തിപ്പിക്കാൻ നോക്കിക്കേ. You can't even run a computer with 3 volts. 3 വോൾട്ട് കൊണ്ട് ഒരു കമ്പ്യൂട്ടർ പോലും പ്രവർത്തിക്കത്തില്ലെന്നുള്ള. And you can't run your Christian life with this adapted type of gospel. ഈ അഡാപ്റ്ററിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുന്ന ശക്തി കുറഞ്ഞ 3 വോൾട്ട് പരിശുദ്ധാത്മ ശക്തി കൊണ്ട് നിങ്ങൾക്ക് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. You got to get rid of all these adapters. I mean these preachers who come between. Connect directly to the power of God and the Holy Spirit. ഈ അഡാപ്റ്ററുകളൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള അഡാപ്റ്റേഴ്സ് അല്ല കേട്ടോ. ഈ പ്രസംഗകര് ശക്തി കുറച്ച് നിങ്ങൾക്ക് നൽകുന്ന ഈ ഇടനിലക്കാരെ ഒഴിവാക്കി ദൈവത്തിന്റെ യഥാർത്ഥ ശക്തി സ്രോതസ്സിലേക്ക് നിങ്ങളുടെ ഹൃദയം പ്ലഗ് ഇൻ ചെയ്യപ്പെടും. You'll find those things that don't work in your house are now working. നിങ്ങളുടെ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങളൊന്നും ഈ ശക്തി കുറഞ്ഞ കറണ്ട് കൊണ്ട് വർക്ക് ചെയ്യാത്തതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്നു. You find the anger you cannot conquer, you suddenly begin to conquer it. എന്നാൽ ദൈവത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് ഒഴുകുമ്പോൾ നിങ്ങൾക്ക് ഇന്നുവരെ നിങ്ങൾക്ക് ജയം നേടുവാൻ കഴിയാതിരുന്ന കോപ സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾക്ക് ജയം ലഭിക്കുന്നു. The lust you couldn't conquer. നിങ്ങൾക്ക് കീഴടക്കുവാൻ നിങ്ങൾ ബുദ്ധിമുട്ടിയിരുന്ന നിങ്ങളുടെ മോഹത്തിൽ നിങ്ങൾക്ക് ജയം love of money that you couldn't conquer. നിങ്ങൾക്ക് പരാജയപ്പെടുത്തുവാൻ കഴിയാതിരുന്ന ദ്രവ്യാഗ്രഹം പണസ്നേഹത്തിൽ നിന്ന് നിങ്ങൾ വിടുതൽ പ്രാപിക്കുന്നു. Paul experienced it. That's why he said the gospel is the power of God. പൗലോസിന്റെ ജീവിതത്തിൽ വ്യക്തിപരമായി അവൻ അറിഞ്ഞതുകൊണ്ടാണ് അവൻ സുവിശേഷത്തെക്കുറിച്ച് പറയുന്നത് ഇത് രക്ഷിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. And he says in this gospel, verse 17, the righteousness of God is revealed. 17ാം വാക്യത്തില് സുവിശേഷത്തെക്കുറിച്ച് തുടർന്ന് ഇങ്ങനെയാണ് പറയുന്നത്, ആ സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നു. There's a difference between the righteousness of the law and the righteousness of God as much as heaven and earth. ന്യായപ്രമാണത്തിന്റെ കീഴിൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള നീതിയും ദൈവനീതിയും തമ്മില് സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അന്തരം ഉണ്ട്. That is like saying if you live a holy life on the outside, that is as much different from a holy life on the inside as there is between heaven and earth. നിങ്ങൾ നിങ്ങളുടെ പുറമേയുള്ള ജീവിതത്തിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുകയും യഥാർത്ഥത്തിൽ ആന്തരികമായി വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്യുന്നതിനുള്ള വ്യത്യാസം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അത്രയും വ്യത്യാസമുണ്ട്. What did Jesus mean when he said your righteousness must be more than the righteousness of the Pharisees if you want to enter the kingdom of heaven? നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആഗ്രഹിക്കുന്നവരിൽ നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയേണം എന്ന് യേശു പറഞ്ഞപ്പോൾ എന്താണ് കർത്താവ് അർത്ഥമാക്കിയത്?
They fasted twice a week. You have to fast 5 times a week. Is that the meaning? പരീശന്മാർ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നവരായിരുന്നു. എന്റെ ശിഷ്യന്മാരായ നിങ്ങൾ 5 വട്ടം ഉപവസിക്കണം, അതാണോ യേശു പറഞ്ഞത്? ഒരിക്കലുമല്ല. They gave 10%, you must give 30%. 10% ദശാംശം കൊടുത്തവരായിരുന്നു പരീശന്മാർ. നിങ്ങൾ ഒരു 20% കൊടുക്കണം, അതാണോ That's യേശു not the പറഞ്ഞത്? meaning. അതിന്റെ അർത്ഥം അതേ അല്ല. Their righteousness was on the outside and yours must be on the inside. പരീശന്മാരും ശാസ്ത്രിമാരും പുറമെ ബാഹ്യതലത്തിൽ വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരുന്നു. എന്നാൽ എന്റെ ശിഷ്യന്മാരായ നിങ്ങൾ അകത്ത് വിശുദ്ധിയുള്ളവരും അകത്ത് വേർപാടുള്ളവരും ആയിരിക്കണമെന്ന് കർത്താവ് When Paul ആഗ്രഹിക്കുന്നു. said, I don't want the righteousness of law, but the righteousness of God, that's what he meant. പൗലോസ് തന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം പറയുകയാണ്, ന്യായപ്രമാണത്തിൽ നിന്നുള്ള നീതി അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന ദൈവനീതിയാണ്. How many of you will seriously say, I do not want a righteousness which is only on the outside, I want one is on the inside? ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളിൽ എത്ര പേര് ഹൃദയത്തിൽ നിന്ന് പറയും, എനിക്ക് ഉപരിതലത്തിലുള്ള പുറമേ മനുഷ്യർ കാണുന്ന നിലയിലുള്ള ഒരു വിശുദ്ധ ജീവിതം പോരാ, എനിക്ക് അകത്ത് നിന്ന് ദൈവം നൽകുന്ന വിശുദ്ധിയാണ് വേണ്ടതെന്ന്? Then the gospel is for you. അങ്ങനെ ഉള്ള വ്യക്തിയാണ് നീയെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം അയച്ചതാണ് യേശു ക്രിസ്തുവിന്റെ And സുവിശേഷം. it's not a static thing that you get it once and that's it. എപ്പോഴെങ്കിലും ഒരിക്കൽ ജീവിതത്തിൽ ഒരു വട്ടം ലഭിച്ചിട്ട് പിന്നെ അതിന്റെ ശക്തി കൊണ്ട് അങ്ങ് ജീവിച്ചു പോകുന്ന ഒരു ജീവിതമല്ല ഇത്. From faith to faith to faith, it says in verse 17. 17 വാക്യത്തിൽ 1:17 നാം കാണുന്നത് പോലെ ദൈവത്തിന്റെ നീതി നിന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം അത് പടിപടിയായിട്ട് അത് നിന്നെ വളർച്ചയിലേക്ക് കൊണ്ടുവരും, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്. From faith to faith means from one degree of faith to a higher degree of faith. ആ വിശ്വാസത്തിന്റെ ഒരു പടിയിൽ നിന്നും വിശ്വാസത്തിന്റെ അടുത്ത പടിയിലേക്കും തുടർന്ന് അതിന്റെ മുകളിലത്തെ പടിയിലേക്കും നിന്നെ നടത്തുന്നതാണ് യേശുവിന്റെ സുവിശേഷം. In 2 Corinthians 3:18, that's called from glory to glory. 2 കൊരിന്ത്യർ 3:18 ഇതേ ആശയം തന്നെ നാം കാണുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള തേജസ് സുവിശേഷത്താൽ നമ്മിലേക്ക് വരുമ്പോൾ ഒരു നിലവാരത്തിലുള്ള തേജസ്സിൽ നിന്നും അടുത്ത കുറച്ചുകൂടി ഉന്നതമായ തേജസ്സിലേക്ക് നാം നടക്കുകയാണ്. And in John 1:16, it is called grace upon grace. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തില് സുവിശേഷകന് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവനിൽ നിന്ന് നാം കൃപയുടെ മേൽ കൃപ പ്രാപിക്കുന്നു. ഹല്ലേലൂയ. It's not grace, it's grace upon grace. അത് ദൈവത്തിൽ നിന്നും കേവലം കൃപ ഒരിക്കൽ വല്ലപ്പോഴും പ്രാപിക്കുന്നതല്ല. ഒരു കൃപയുടെ അളവ് ദൈവം നൽകിയാൽ അടുത്ത ചുവട് അതിന്റെ വർദ്ധിച്ച അളവിലുള്ള ഒരു കൃപ നിന്റെ മേൽ പകരുകയാണ്. It's not just faith, but faith to faith. അത് കേവലം ഒരു വിശ്വാസത്തിൽ നിലനിന്ന് പോകുന്നതല്ല, മറിച്ച് വിശ്വാസത്തിന്റെ മേൽ അതിശക്തമായിരിക്കുന്ന വിശ്വാസം അവൻ പകരുന്നതാണ് സുവിശേഷം. Whatever glory you got, there's more glory God wants to give you. നിന്റെ ജീവിതത്തിൽ ഒരളവിലുള്ളതായിരിക്കുന്ന ദൈവ തേജസ് ഇപ്പോൾ ഉണ്ടെന്ന് വരികില് അതിൽ നിലനിന്ന് കഴിഞ്ഞു പോകുക എന്നുള്ളതല്ല, വർദ്ധിച്ച അളവിലുള്ള തേജസ് നിന്റെ മേൽ പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. That's why it says in 2 Corinthians 10:12, those who compare themselves with other believers are absolutely foolish. അതുകൊണ്ട് തന്നെയാണ് 2 കൊരിന്ത്യർ 10:12 നാം വായിക്കുന്നത്, തങ്ങളോട് തന്നെ മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തുന്നവർ ഭോഷന്മാരാണെന്ന് പൗലോസ് പറയുന്നു. അവരെക്കാളും താരതമ്യം ചെയ്യുമ്പോൾ നിന്റെ ജീവിതം മെച്ചമായിരിക്കാം. Particularly an elder brother. Oh, everybody respects me. I am the most spiritual person in the church. ഒരു പ്രാദേശിക സഭയിലെ മൂപ്പനായിരിക്കുന്ന ഒരു സഹോദരന് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, എന്റെ സഭയിലെ വിശ്വാസികളെക്കാളൊക്കെ എന്റെ ജീവിതം മെച്ചമാണ്. ശരിയായിരിക്കാം. That's like a 4th standard student saying, education is enough for me because all the people in my village have studied only up to 2nd standard. 4ാം ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കുന്ന ഒരു കുഞ്ഞ്, ഗ്രാമത്തിലുള്ള ഒരു കുഞ്ഞ് വിചാരിക്കാതിരിക്കട്ടെ, എന്റെ ഗ്രാമത്തിലെ മറ്റുള്ളവരൊക്കെ 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, ഇവിടെ വിദ്യാഭ്യാസം നിർത്താം എന്ന് ചിന്തിച്ചാൽ എങ്ങനെ ഇരിക്കും? What a fool. He can go up to PhD if he presses on. ഈ കുഞ്ഞ് അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ അവൻ എന്ത് മഠയനാണ്. അവന്റെ പഠനം തുടർന്നാൽ അവനൊരു ഡോക്ടറേറ്റ് ലെവൽ വരെ പഠിച്ചുകൂടെ? Don't compare yourself with other believers. നിന്റെ ചുറ്റുപാട് നീ കാണുന്ന സഹവിശ്വാസികളുമായി നിന്റെ ജീവിതം ഒരിക്കലും നീ താരതമ്യപ്പെടുത്തരുതേ. Say, Lord, I want to go from glory to glory. ഹൃദയത്തിൽ നിന്ന് ഈ പ്രാർത്ഥന ഇന്ന് രാവിലെ ഉയരട്ടെ. കർത്താവേ, തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക് എനിക്ക് വളരണം. Have I got faith for something now? ഏതെങ്കിലും ദൈവത്തിൽ നിന്ന് ഒരു കൊച്ചു കാര്യമായിരിക്കാം സ്വീകരിക്കുവാനുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴുണ്ടോ? I want to have more faith next month. അങ്ങനെയെങ്കിൽ വരുന്ന മാസം നിങ്ങൾ എന്നെ കാണുമ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ വർദ്ധിച്ച അളവിലുള്ള ഒരു വിശ്വാസം And next year I want to have faith for something more from God. അടുത്ത വർഷം നിങ്ങൾ എന്നെ കാണുമ്പോൾ ദൈവത്തിൽ നിന്നും അത്യുന്നതമായിരിക്കുന്ന ഉത്കൃഷ്ടമായ ചിലത് കൂടെ പ്രാപിക്കുവാനുള്ള വർദ്ധിച്ച വിശ്വാസം എന്നിൽ ഉണ്ടാകണം. I have received a tremendous lot from God by faith. എന്റെ സാക്ഷ്യം ഞാൻ പറയട്ടെ, സത്യസന്ധമായ സാക്ഷ്യം.
ദൈവത്തിൽ നിന്നും ഇതുവരെയുള്ള ജീവിതത്തിൽ നാളുകൾ കഴിയും തോറും സമൃദ്ധിയായി നിരവധിയായിരിക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും ഞാൻ പ്രാപിച്ചിരിക്കുകയാണ്. I feel I'm just in the beginning bits of this great ocean. ഈ ദൈവകൃപയുടെയും ദൈവ തേജസ്സിന്റെയും ഈ മഹാസമുദ്രത്തിന്റെ തുടക്കത്തിലെ ചില അടികൾ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു. Don't be satisfied. അതുകൊണ്ട് ജീവിതത്തിൽ അവസാന ശ്വാസം വരെ തൃപ്തിപ്പെട്ടു പോകരുതേ. And Ezekiel walked into the waters kept on rising, and he could have stopped at any point he wanted. പ്രവാചകനായ എസെക്കിയേല് ദൈവം അവനെ നടത്തിയപ്പോൾ അവന് വേണമെങ്കിൽ ആലയത്തിന്റെ ഉമ്മറപ്പടിയുടെ അടിയിൽ നിന്ന് ഒഴുകി വരുന്നതായ ജലത്തിന്റെ ആ ഒഴുക്കിൽ അവന് ചില അടികൾ നടന്ന് നിർത്താമായിരുന്നു. എന്നാൽ അവൻ നിർത്തിയില്ല. He walked, it was up to his ankles, the water. It's a picture of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ മനോഹരമായ ഒരു ചിത്രമാണ് അവിടെ നാം കാണുന്നത്. അവൻ മുൻപോട്ട് 1000 മുഴം നടന്നപ്പോൾ നരിയാണിയോളം ആ വെള്ളം ഉയർന്നു. This is the verse Jesus spoke about, rivers of living water as it is written in the scriptures. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞത് ഈ കാര്യത്തെക്കുറിച്ച് തന്നെയാണ്. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നാദികൾ ഒഴുകും. That's Ezekiel 47. എസെക്കിയേൽ 47 ചിത്രം നിങ്ങൾ മനസ്സിൽ കാണണം. യേശുവിന്റെ വാക്കുകൾ you must picture this in your mind. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ചിത്രം കാണുവാൻ കഴിയുകയില്ലേ? വർദ്ധിച്ചു വരുന്ന ആഴത്തിലേക്കുള്ള നടപ്പ്. Up to the ankles, then the knees. പ്രവാചകൻ മുൻപോട്ട് നടന്നപ്പോൾ ഓരോ 1000 മുഴുവൻ നടക്കുമ്പോൾ വെള്ളത്തിന്റെ ഉയർച്ച, വെള്ളത്തിന്റെ ആഴം വർദ്ധിക്കുകയാണ്. മുട്ടോളം, പിന്നെ അരയോളം, and then the neck. അത് കഴിഞ്ഞിട്ട് കഴുത്തിന്റെ അവിടെ വരെയും അവൻ വെള്ളത്തിലൂടെ നടക്കുകയാണ്, മുൻപോട്ട് നടക്കുകയാണ്. And then at one point, എന്നാൽ മുൻപോട്ടുള്ള നടപ്പിൽ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ his feet get detached from the earth. തുടർന്ന് അവന് നിലത്ത് ഈ ഭൂമിയിൽ കാല് ഉറപ്പിച്ചുകൊണ്ട് നടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ അവനെത്തി. He begins to swim. ആ സമയത്താണ് വെള്ളത്തിൽ കൂടെ അങ്ങനെ ആഴത്തിലേക്ക് നടന്നിട്ടുള്ളവർക്കറിയാം അക്ഷരികമായി ഇത് ശരിയാണ്. പിന്നെ നീന്തിയിട്ടല്ലാതെ മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല. And a particular point will come in your life when you will get detached from the world, then you will really enter into the spirit-filled life. ദൈവാത്മാവിനെ അനുസരിച്ച് മുൻപോട്ട് തന്നെ നടക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ ജീവിതത്തിൽ ഒരു നിർണായക നിമിഷം വരും. നിന്റെ കാലുകൾ പിന്നെ ഭൂമിയിൽ നിന്നുള്ള ബന്ധം വേർപെടും. ദൈവാത്മാവിന്റെ നദിയിൽ നീ നീന്തിയിരിക്കും. See, most of us like to live in the spirit, but with our feet firmly settled on this earth, just in case there are some problems. നമ്മിൽ ഭൂരിപക്ഷം പേരുടെയും മനസ്സിലിരിപ്പ് ഞാൻ പറയാം, ആത്മാവിൽ നടക്കാൻ വളരെ ആഗ്രഹമുള്ളവരാണ്. പക്ഷെ കാലടികള് ഈ മണ്ണിൽ ഉറച്ചു തന്നെ നിൽക്കണം, ബന്ധം വിടാൻ പാടില്ല. Just in case God lets me down, there must be some security for me on this earth. നമ്മള് അതിനൊക്കെ ന്യായം കണ്ടെത്തിയിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഈ വിശ്വസിച്ചു പോകുന്ന ജീവിതത്തിൽ എവിടെങ്കിലും ഒരു അബദ്ധം പറ്റിയാല് കാലുറപ്പിക്കാൻ ഒരു ചുവട് മണ്ണ് വേണ്ടേ കാല്? അതുകൊണ്ട് ഭൂമിയിൽ നിന്നും പിരിയാതെ സൂക്ഷിക്കുന്നവർ. And so always at least one foot on the earth, and we try to move around in the spirit. ഈ രണ്ട് കാലും വേണ്ട. ചിലര് കുറച്ചുകൂടെ ആത്മാവിൽ ഉണർത്തപ്പെടുമ്പോൾ വിചാരിക്കും ഒരു കാലെങ്കിലും ഈ ഭൂമിയിൽ ഇരിക്കട്ടെ, മറ്റേ കാലുകൊണ്ട് തുഴയാനും നീന്താനും ശ്രമിക്കുന്ന ആ ശ്രമം ഒന്ന് ആലോചിച്ച് നോക്കിയ രസകരമാണല്ലേ? You will never know life in the spirit till you abandon yourself to God completely. ഞാൻ വളരെ വളരെ തെളിച്ച് പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ കർത്താവിനായിട്ട് നിങ്ങളുടെ ജീവിതത്തെ യാതൊരു കലവറയും കൂടാതെ നിങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയോടുള്ള ബന്ധം ഒരിക്കലും വേർപെടുകയില്ല. നിങ്ങൾക്ക് ആത്മാവിലുള്ള ജീവിതം എന്താണെന്ന് അറിയാനും പറ്റുകയില്ല. That is the difference between a man of God and all the other people who are at different levels of life in the spirit. ആത്മീയ ജീവിതത്തിന്റെ വിവിധ നിലവാരങ്ങളിലെത്തിയ നരിയാണിയോളം, മുട്ടോളം, അരയോളം, കഴുത്തറ്റമൊക്കെ വെള്ളത്തിൽ നടക്കുന്ന ആത്മീയരായ രക്ഷിക്കപ്പെട്ട സഹോദരിസഹോദരന്മാർ ചുറ്റുമുണ്ടായിരിക്കും. പക്ഷേ ഒരു ദൈവത്തിന്റെ മനുഷ്യനും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ഈ നീന്താൻ തുടങ്ങുന്നിടത്താണ്, ആത്മാവിലുള്ള നടപ്പ്. I have felt that people who could examine every part of my life carefully, my finances, my private life, everything should say there is no explanation for this man's life unless he's got a father in heaven. ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്, എന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ സാമ്പത്തികമോ ഭൗതികമായ ഏത് വിഷയമോ ശരീരത്തിന്റെ ആരോഗ്യമോ എല്ലാ കാര്യങ്ങളെയും വളരെ അടുത്ത് സൂക്ഷ്മമായി വിലയിരുത്തുന്ന ഒരാളിന് ഇങ്ങനെ പറയാൻ കഴിയണം, എത്രയൊക്കെ തലപുകഞ്ഞ് ആലോചിച്ചിട്ടും
സ്വർഗത്തിലെ ഒരു പിതാവ് ഇവൻ ഉണ്ടെന്നുള്ള ഒരൊറ്റ കാര്യത്തിലാണ് ഞാൻ വന്ന് എത്തുന്നത്. അല്ലെങ്കിൽ അവൻ ഇത്തരത്തിലുള്ള ഒരു അനുഗ്രഹകരമായ ജീവിതം That അസാധ്യമാണെന്ന് അവർ should be the പറയുന്നു. testimony for you too. നിങ്ങളെ കുറിച്ചും ഓരോരുത്തരെ കുറിച്ചും അങ്ങനെ മറ്റുള്ളവർ I സാക്ഷ്യം don't mean giving that impression to people in the church, but if they examine every art of your life, they say this is the only explanation. സഭയിലുള്ളവർക്ക് ഏതെങ്കിലും വിധത്തിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ധാരണ കൊടുക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തെ എല്ലാ മേഖലയിലും സസൂക്ഷ്മം പരിശോധിക്കുന്ന ഒരു വ്യക്തി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയണം, തമ്പുരാനെ അങ്ങുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ജീവിതം സാധിക്കുന്നത്, കർത്താവിനാൽ മാത്രം സാധ്യമാകുന്ന ഒരു ജീവിതം. What shall we say in conclusion? ഉപസംഹാരമായി നാം എന്ത് പറയേണ്ടു? He who has ears to hear, let him hear. കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. I hope you have ears to hear. What the Spirit is saying. ഇന്ന് രാവിലെ ആത്മാവ് പറയുന്നത് കേൾക്കുവാനുള്ള ഒരു ചെവി നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. It's more than a Bible study. It's a word from the Lord for you. ഇന്ന് രാവിലെ ദൈവം നമുക്ക് ദൈവവചനത്തിന്റെ ഒരു വിശകലനം പഠനമല്ല തന്നത്, മറിച്ച് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു സന്ദേശമാണ് ദൈവം നമുക്ക് നൽകിയത്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, help us to enter into that life in the Holy Spirit, which is the power of God unto salvation. പിതാവേ, രക്ഷയ്ക്കായുള്ള ദൈവശക്തിയായ ആത്മാവിലുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. We pray in Jesus' name. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. So we were looking at Romans to see how God has revealed His purpose for man there. ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ളതായ ഉദ്ദേശം എന്താണെന്ന് അല്പം കൂടെ വ്യക്തതയോടെ ഗ്രഹിക്കുവാൻ നാം റോമാലേഖനം ശ്രദ്ധിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ. We saw in Romans 1:16 that the gospel is called the power of God to salvation. നാം ഇന്നലെ കാണുകയുണ്ടായി റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തില് സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്നത് അത് ദൈവത്തിന്റെ ശക്തിയാണെന്നാണ്. Those of us who have really taken seriously the matter of victory over sin have discovered it's not an easy thing at all. പാപത്തിന്റെ മേല് ജയം നേടുന്ന ഒരു ജയകരമായ ജീവിതത്തെക്കുറിച്ച് ഗൗരവമായി എടുത്തിട്ടുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. There are many people who can heal the sick, who can't overcome temptation. രോഗികളെ സൗഖ്യമാക്കുവാനുള്ള വരം ദൈവത്തിൽ നിന്ന് ലഭിച്ച പലർക്കും അവരുടെ പരീക്ഷകൾ പലതിനെയും ജയിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. We read in 1 Corinthians in chapter 1 that the church in Corinth did not lack in verse 7 in any gift. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, കൊരിന്ത്യയിലെ സഭ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരുന്നുവെന്ന്. That's an amazing church. I've never seen a church that has got all the gifts of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ എല്ലാ വരങ്ങളും നൽകപ്പെട്ടിരുന്ന ഇതുപോലെ മറ്റൊരു സഭയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല. I don't know whether the churches in Ephesus and Thessalonica and other places had all the gifts. എനിക്കറിഞ്ഞുകൂടാ എഫെസോസിലെയോ തെസലോനിക്കയിലെയോ ഒക്കെയുള്ള ദൈവസഭകൾക്ക് ആത്മാവിന്റെ എല്ലാ വരങ്ങളും അവർക്ക് ലഭിച്ചിരുന്നോ എന്ന്. The church in Corinth had all the gifts. The Holy Spirit says that. എന്നാൽ പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു കൊരിന്ത്യയിലെ ദൈവത്തിന്റെ സഭയ്ക്ക് എല്ലാ ആത്മീയ വരങ്ങളും ഉണ്ടായിരുന്നുവെന്ന്. But along with that, they were the most carnal and spiritually immature of all the churches in that area. എല്ലാ ആത്മീയ വരങ്ങളും ഉണ്ടായിരിക്കെ തന്നെ ഏറ്റവും അധികം ജഡീകരായിരിക്കുന്നവരും അനാത്മികരുമായിരിക്കുന്നവരും ആയിരുന്നു ആ സഭയിലെ അംഗങ്ങൾ. And Paul says them, I can't even give you meat to eat. പൗലോസ് അവർക്ക് എഴുതുമ്പോൾ പറയുകയാണ്, ആത്മീകമായിരിക്കുന്ന കട്ടിയുള്ള ആഹാരം നിങ്ങൾക്ക് തരുവാൻ എനിക്ക് കഴിയുന്നില്ല. And they could not overcome sin. They were so defeated by sin. There was a man living in adultery in their midst. പാപത്തെ ജയിക്കുവാൻ കഴിയാതെ വരങ്ങൾ മാത്രം കൊണ്ട് സന്തോഷിച്ചിരുന്ന ഒരു കൂട്ടം ആ സഭയിലാണ് ഒരുവൻ വ്യഭിചാരത്തിൽ ജീവിക്കുന്നതിനെ കുറിച്ച് പൗലോസ് സങ്കടപ്പെടുന്നത്. And the elders didn't even discipline him, which shows their condition.
ആ സഭയിലെ മൂപ്പന്മാര് ആ നിലയിൽ പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ശിക്ഷണം നൽകുവാൻ പോലും തയ്യാറായില്ല. അവരുടെ ആത്മീയ നിലവാരത്തെയാണ് അത് കാണിക്കുന്നത്. So that teaches us from the scripture, you can have all the gifts of the Holy Spirit and go to hell at the end of it. ദൈവത്തിന്റെ വചനം ഇതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങളിലൂടെ നമ്മോട് പറയുന്നത് ആത്മാവിന്റെ എല്ലാ വരങ്ങളും ഉണ്ടായിരിക്കെ തന്നെ നിങ്ങൾക്ക് നരകത്തിലേക്ക് പോകുവാൻ കഴിയും, അനാത്മീയരായി തുടരുവാൻ കഴിയും. If you live after the flesh, you will die. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും. And that's not referring to physical death, because everybody dies physically. അത് നമ്മുടെ ശാരീരിക മരണത്തെക്കുറിച്ച് പറയുന്ന കാര്യമല്ല. കാരണം എല്ലാവരും ശരീരത്തിൽ മരിക്കുന്നവരാണ്. ആത്മീയ മരണത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. So we see it requires greater power to overcome sin. നാം എന്താണ് പറഞ്ഞു വരുന്നത്? പാപത്തെ ജയിക്കുവാൻ അത്യധികമായ ദൈവശക്തി നമുക്ക് ആവശ്യമാണ്. Many people think that the power ministry of Jesus was in the last 3.5 years. അനേകരെ ധരിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ശക്തിയുള്ള ശുശ്രൂഷ നടന്നത് തന്റെ ഐഹിക ജീവിതത്തിന്റെ ഒടുവിലത്തെ 3.5 വർഷങ്ങളിലായിരുന്നു ആണ്. I think it was even greater, that he lived 30 years without sin before that. എന്നാൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതിന് മുൻപുള്ളതായിരിക്കുന്ന 30 വർഷം പാപത്തിന്റെ ഗന്ധം പോലും ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനേക്കാളും വലിയ ശക്തി ആവശ്യമായിരുന്നു. To live one day without sinning in thought or word or deed. ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഒരു പാപം പോലും ചെയ്യാതെ 24 മണിക്കൂർ ജീവിക്കുക എന്ന് പറയുന്നത് ആണ് ഏറ്റവും ശക്തി ആവശ്യമുള്ളത്. And without sin in an attitude or motive. നമ്മുടെ ഉദ്ദേശങ്ങളിലോ മനോഭാവങ്ങളിലോ പാപം കടന്നു വരാതെ 24 മണിക്കൂർ ജീവിക്കുക. That's almost a miracle. അത് ഒരു അത്ഭുതം തന്നെയാണ് എന്ന് ഞാൻ പറയും. I mean, if you really are sensitive to sin, you find 24 hours is difficult. നാം പാപത്തെ സംബന്ധിച്ചിടത്തോളം സംവേദനക്ഷമതയുള്ളവരാണെങ്കിൽ, സെൻസിറ്റീവ് ആണെങ്കിൽ 24 മണിക്കൂർ ജീവിതത്തിന് തന്നെ അത്യധികമായ ദൈവശക്തി കൂടാതെ കഴിയുകയില്ല. And so when it speaks about salvation here, you see that you really need, like it says in verse 16, Romans 1:16, the power of God. അതുകൊണ്ടാണ് റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന നിലയിലുള്ള രക്ഷിപ്പാനുള്ള ദൈവശക്തിയായിട്ട് സുവിശേഷം നമുക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ്. And perhaps we are seeking for victory through a gospel which is only in words and in doctrine. ഒരുപക്ഷെ നമ്മിൽ പലരും വാക്കുകളിലും ഉപദേശങ്ങളിലും മാത്രം പരിമിതപ്പെട്ടിരിക്കുന്ന ഒരു സുവിശേഷം കൊണ്ട് പാപത്തിന്റെ മേൽ ജയം നേടുവാൻ ശ്രമിക്കുന്നവരാണ്. So there's a lot there that we can see in the introduction in verses 1 to 17. ഈ ലേഖനത്തിന്റെ ആമുഖത്തില് 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളില് ഈ വിധത്തിൽ നിരവധി ആത്മീക സത്യങ്ങൾ നമുക്ക് ശ്രദ്ധിപ്പാൻ കഴിയും. And then I said how Romans describes the new wine and the new wineskin. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, റോമാലേഖനം പുതിയ വീഞ്ഞിനെ കുറിച്ചും പുതിയ തുരുത്തിയെക്കുറിച്ചും പറയുന്നുണ്ട്. And the new wine is primarily described in the first 8 chapters. ആ പുതിയ വീഞ്ഞ് പ്രാഥമികമായും ആദ്യത്തെ 8 അധ്യായങ്ങളിലാണ് വിവരിച്ചിരിക്കുന്നത്. And the wineskin in the remaining 8 chapters. എന്നാൽ ഈ വീഞ്ഞ് പകർന്നു വെക്കുവാനുള്ളതായിരിക്കുന്ന തുരുത്തി, വീഞ്ഞ് പകരുവാനുള്ള തുരുത്തി പിന്നീടുള്ള 9 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിലാണ്. Paul was very systematic in his thinking. തന്റെ ചിന്താമണ്ഡലത്തില് വളരെ ക്രമമായി ചിന്തിക്കുന്ന വ്യക്തിയായിരുന്നു പൗലോസ്. For example, in Ephesians, the first 3 chapters are about what God has done for us. The next 3 chapters are about what we got to do for God. പൗലോസിന്റെ ലേഖനമായ എഫേസ്യ ലേഖനം നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ 3 അധ്യായങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തതിനെക്കുറിച്ച് പറയുമ്പോൾ, അടുത്ത 3 അധ്യായങ്ങൾ നാം അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ദൈവത്തിനായി ജീവിക്കണം എന്നുള്ളതാണ് പറയുന്നത്. And you can't do anything for God if you first don't understand what God has done for you. ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്തത്, നിനക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് നന്നായി ഗ്രഹിക്കാതെ ഇരുന്നാൽ നിനക്ക് ദൈവത്തിനായിട്ട് ഒന്നും ചെയ്യുവാനോ ജീവിക്കുവാനോ കഴിയുകയില്ല. Jesus said, you will know the truth will make you free. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ സത്യം അറിയും, നിങ്ങൾ സത്യം അറിയുമ്പോഴാണ് ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുന്നത്. And the truth is not what we do for God, but what God has done for us. സത്യമെന്ന് പറയുന്നത് നാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളല്ല, മറിച്ച് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. And I believe
the problem with a lot of us is we haven't understood clearly what God has done for us. നമ്മൾ പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് എന്താണെന്നുള്ളത് വ്യക്തമായി നാം പലരും മനസ്സിലാക്കിയിട്ടില്ല. It's like a poor illiterate boy whose father is a multimillionaire who can't read the inheritance that the father's written in his will before he died. നമ്മൾ പലരും വളരെ ധനികനായിരിക്കുന്ന ഒരു പിതാവിന്റെ അക്ഷരാഭ്യാസമില്ലാത്ത മകനെ പോലെയാണ്. കോടീശ്വരനായ പിതാവ് മരണത്തിന് മുൻപ് മകനു വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് വിൽപത്രത്തിൽ എഴുതി വെച്ചെങ്കിലും ഈ മകന് ഇതിനെക്കുറിച്ച് വായിച്ചറിയുവാനോ കൈവശമാക്കുവാനോ കഴിയാത്ത അവസ്ഥയാണ്. So some crooked lawyer cheats him of all his inheritance. അങ്ങനെ നിരക്ഷരനായിരിക്കുന്ന ഈ ചെറുപ്പക്കാരനെ ഒരു വക്രബുദ്ധിയുള്ള വക്കീല് അവന്റെ പൈതൃക അവകാശത്തിൽ നിന്നും അവനെ ചതിച്ച് അത് കൈവശമാക്കുന്നത് പോലെ നമ്മുടെ കാര്യത്തിലും സംഭവിക്കുന്നില്ലേ? So the devil cheats God's people of their inheritance. പിശാച് വഞ്ചകനാണ്. അവൻ ദൈവത്തിന്റെ ജനത്തെ അവരുടെ അവകാശത്തിൽ നിന്നും അവന് നശിപ്പിക്കുന്നവനാണ്. So when we read the letters of Paul, we need to ask God to give us revelation. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങൾ കത്തുകൾ നാം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നൊരു പ്രാർത്ഥന ഉയരണം ദൈവത്തോട്, അവിടുത്തെ വെളിപ്പാട് നമുക്ക് ലഭിക്കുവാൻ. Jesus said that God's truths are hidden from the clever and the intelligent and revealed to babes. യേശു തന്നെ പറഞ്ഞ വചനം ഓർക്കുക. ഭൂമിയിലായിരുന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു, അവിടുന്ന് ജ്ഞാനികൾക്കും വേവുകൾക്കും മറച്ചിട്ട ഈ ദൈവിക മർമ്മങ്ങൾ ശിശുസഹജമായ ഹൃദയമുള്ളവർക്കാണ് വെളിപ്പെടുത്തുന്നത്. What do you think a 6-month-old baby has which clever, intelligent people don't have? വളരെ ബുദ്ധിയുള്ള മുതിർന്ന പലർക്കും ഇല്ലാത്ത എന്താണ് 6 വയസ്സുള്ളതായിരിക്കുന്ന ഒരു ശിശുവിനുള്ള, 6 മാസം പ്രായമുള്ള ഒരു ശിശുവിനുള്ളത്? Innocence. അത് നിഷ്കളങ്കതയാണ് എന്ന് നമുക്കറിയാം. Humility. താഴ്മ ആ കുഞ്ഞിന്റെ മുഖമുദ്രയാണ്. Purity of heart. ഹൃദയ നിർമ്മലത, ശുദ്ധി ആ കുഞ്ഞിന്റെ പ്രത്യേകതയാണ്. That's what it means to be a baby. Humility and purity. ശിശുക്കളാകുക എന്ന ആത്മീയ അർത്ഥത്തിൽ പറയുന്നത് ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്ന അനുഭവമാണ്. So what Jesus said is, if you want to understand the scriptures, come to the scriptures with humility. കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, തിരുവെഴുത്തുകൾ നിങ്ങൾക്ക് വേണ്ടവണ്ണം ഗ്രഹിപ്പാൻ കഴിയണമെന്ന് വരികില് തികഞ്ഞ വിനയത്തോടുകൂടി നിങ്ങൾ ദൈവവചനത്തിന്റെ അടുത്തേക്ക് വരണം. Come with a pure heart that's got nothing that's unsettled with God or man. ദൈവത്തോടോ മനുഷ്യനോടോ ക്രമീകരിക്കപ്പെട്ടിട്ടില്ലാത്ത, നിരപ്പ് പ്രാപിക്കാത്ത, യാതൊന്നും ഇല്ലാത്ത നിർമ്മലമായ ഒരു ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നാം We need to use our mind, but like I said yesterday, the truth must sink beyond our mind into our spirit. നമ്മുടെ മനസ്സ്, ബുദ്ധി നാം ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ നിശ്ചയമായി ഉപയോഗിക്കണം. പക്ഷേ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിനെ കടന്ന് മനസ്സിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ ആത്മാവിലേക്ക് ദൈവിക സത്യങ്ങൾ തുളച്ച് ഇറങ്ങിച്ചെല്ലണം. That's why even to the Ephesians, Paul says this in Ephesians 1. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ അധികം ദൈവിക വെളിപ്പാടുണ്ടായിരുന്ന ആ സഭയോട് പൗലോസ് ഇങ്ങനെ പറയുന്നത്. He says, my prayer is that, verse 17, chapter 1, verse 17, that God will give you the spirit of revelation. അതുകൊണ്ടാണ് 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പൗലോസ് എഫെസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, ദൈവം നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് താൻ പ്രാർത്ഥിക്കുന്നു. And through that you will know not the Bible, but you will know Him. ആ പരിജ്ഞാനത്തിന്റെയും അതുപോലെ തന്നെ വെളിപ്പാടിന്റെയും ആത്മാവ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ ബൈബിള് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കുമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ദൈവത്തെ, ക്രിസ്തുവിനെ അറിയാൻ തുടങ്ങും. He's not saying read this letter to the Ephesians 25 times and you'll understand it. അദ്ദേഹം പറയുന്നത്, എന്റെ ഈ കത്ത് എഫെസോ സഭയിലുള്ള എല്ലാവരോടും പറയുന്നത് 25 പ്രാവശ്യം വായിച്ചാൽ മതി, നിങ്ങൾക്ക് അത് മനസ്സിലാകുമെന്നല്ല There are പറയുന്നത്. a lot of people in Bible schools who study it 100 times who don't understand anything in it. വേദ പഠന കോളേജുകളിൽ 100 തവണ എഫെസ്യ ലേഖനം പഠിച്ച ആൾക്കാരുണ്ട്. പക്ഷേ അവരാരും തന്നെ ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞിട്ടില്ല. Because you need the Holy Spirit of revelation. വെളിപ്പാട് നൽകുന്ന പരിശുദ്ധാത്മാവാണ് നമ്മുടെ ആവശ്യം. And he says, not that your mind will understand, verse 18, but the eyes of your heart will be enlightened. 18-ാം വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ ബുദ്ധിയിൽ ഇത് ഗ്രഹിക്കണം എന്നല്ല. 17 മലയാളത്തിൽ 17ന്റെ ഒടുവിലാണ്.
നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണ് പ്രകാശിപ്പിച്ചിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ അറിയണം. See, many of us don't read the scriptures for the eyes of our heart to be enlightened. We just try to understand in our mind. നമ്മിൽ പലരും ദൈവവചനം വായിക്കുന്നത് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടതിനല്ല, നമ്മുടെ മനസ്സ് വലുതാക്കാൻ, നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവവചനം വായിക്കുന്നത്. And that's why our Christian life is shallow. അതുകൊണ്ടാണ് പലരുടെയും ക്രിസ്ത്യ ജീവിതം വളരെ ആഴം കുറഞ്ഞതായിരിക്കുന്നത്. Or take what Paul told Timothy, we saw yesterday in 2 Timothy 2. ഇന്നലെ തിമോഥെയോസിന്റെ രണ്ടാമത്തെ ലേഖനത്തില് പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞ കാര്യം നാം ശ്രദ്ധിക്കുകയുണ്ടായി. Chapter 2, verse 7. രണ്ടാമത്തെ അധ്യായം 7-ാം വാക്യമാണ്. You please consider what I say, and the Lord alone can give you understanding. ഞാൻ പറയുന്നതിനെ കുറിച്ച് നീ ചിന്തിക്കുക, നിന്റെ ബുദ്ധി മനസ്സ് ഉപയോഗിക്കുക, പക്ഷേ കർത്താവിന് മാത്രമേ നിനക്ക് ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തത ധാരണ തരുവാൻ കഴിയൂ. Saying, Timothy, you may be a clever fellow, but you can't understand these things unless the Lord gives you understanding. പൗലോസ് പറയുന്നതിന്റെ താല്പര്യം ഇതാണ്: തിമോഥെയോസേ, നീ നല്ല ബുദ്ധിശക്തിയുള്ള ഒരു ചെറുപ്പക്കാരനായിരിക്കാം, പക്ഷേ കർത്താവ് നിനക്ക് വെളിപ്പാടിന്റെ ആത്മാവിനെ നൽകിയില്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നിനക്ക് ഗ്രഹിപ്പാൻ കഴിയുകയില്ല. That's why so many people